ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതില് ഒന്ന്, നമ്മൾ ആസ്തിക നാസ്തിക ദർശനം എന്ന് പറഞ്ഞെങ്കിലും പിന്നെ ആസ്തിക ദർശനത്തെ കുറിച്ചാണ് പറഞ്ഞു പോയത്. ഓക്കെ, അപ്പൊ ആസ്തികന്മാർ എന്നുള്ളത് ആസ്തികരും നാസ്തികരും, നാസ്തികാഹ വേദനിന്ദകാഹ എന്ന് പറയും. അല്ലാതെ ഈശ്വരനെ മാനിക്കുന്നത് കൊണ്ട് ആസ്തികരും ഈശ്വരനെ മാനിക്കാത്തത് കൊണ്ട് നാസ്തികരും എന്നല്ല. വേദത്തെ മാനിക്കുന്നവര്, വേദത്തെ പ്രമാണമായിട്ട് മാനിക്കുന്നവര് ആസ്തികന്മാരും വേദത്തെ പ്രമാണമായിട്ട് മാനിക്കാത്തവര് നാസ്തികന്മാരും. അല്ലാതെ ഈശ്വരനെ മാനിക്കുന്നത് കൊണ്ട് ആസ്തികരായതല്ല. കാരണം ഈ ആസ്തിക ദർശനത്തിൽപ്പെട്ട പൂർവമീമാംസയിലും സാഖ്യത്തിലും ഈശ്വരനെ മാനിക്കാത്ത പക്ഷമാണ്. സാഖ്യത്തിന് രണ്ട് പക്ഷമുണ്ട്. മുഖ്യ സാഖ്യത്തില് ഈശ്വര നിരൂപണമില്ല. പക്ഷെ ബ്രഹ്മസൂത്രത്തിൽ ഒരു പങ്ക്തിയിൽ ഭാഷ്യകാരൻ പറയുന്നുണ്ട്, ഈശ്വരനെ മാനിക്കുന്ന സാഖ്യാനുസാരം എന്ന് പറയും. ചിലരന്നപ്പോ അറിയാതെ ഈശ്വരനെ മാനിക്കുന്ന സാഖ്യ യോഗമാണ്. അങ്ങനെ ആവശ്യമില്ല. യോഗത്തില് ഈശ്വരനെ സൂത്രം വഴി തന്നെ മാനിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഒരേ ശാസ്ത്രം തന്നെ ആചാര്യന്മാര് മാറുന്നതനുസരിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. നിങ്ങളുടെ പൂർവമീമാംസയുടെ ബേസിക് ടെക്സ്റ്റ് അർത്ഥസംഗ്രഹം, ആ അർത്ഥസംഗ്രഹത്തിൽ തന്നെ ഈശ്വരവാദം കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ടീക്ക കണ്ടാൽ അറിയാം. പക്ഷെ മുഖ്യമായിട്ട് നോക്കിയാൽ ഈ പൂർവമീമാംസയിൽ ഈശ്വരവാദം ഇല്ല. കാരണം ഈ ഫലം കൊടുക്കാനുള്ള സാമർഥ്യം മന്ത്രങ്ങൾക്കുള്ള സാമർഥ്യമാണ്. മന്ത്രം യഥാവത്ത് ചെയ്തു കഴിഞ്ഞാൽ ഫലം കിട്ടുമെന്നാണ് പൂർവമീമാംസകന്മാർ മാനിക്കുന്നത്. അല്ലാതെ ഫലം കൊടുക്കാനായിട്ട് ഈശ്വരനൊന്നുമില്ല ഇവിടെ. ഇതിന്റെ ഖണ്ഡനമാണ് നിങ്ങൾക്ക് ഫലം അതഹ ഉപപത്തേഹി എന്ന് ബ്രഹ്മസൂത്രത്തിൽ കാണാൻ പറ്റുക. ഫലം തരാൻ ഒരു പരമാത്മാവുണ്ട്. എന്തുകൊണ്ട് അതഹ എന്നൊരു യുക്തി അങ്ങനെയാണ്. കാരണം കർമ്മത്തിന്റെ ഫലമാണ് കിട്ടുന്നത്. കർമ്മത്തെ മാനിച്ചിട്ടില്ലെങ്കിൽ ജീവന്മാര് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളുടെ വൈജാത്യത്തിന് കാരണം എന്താന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ കാരണ ഭേദമില്ലാതെ കാര്യത്തിൽ ഭേദം കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കാര്യമെല്ലാം സമാനമായി പോകും. അപ്പൊ കാര്യസമാനമല്ലാത്തത് കൊണ്ട് കാരണത്തിൽ വൈജാത്യം മാനിക്കണം. കാരണത്തിന്റെ ഭേദമാണത്. അവിടെ കാരണമായിട്ട് വരുന്നത് തന്റെ കർമ്മം. ഓരോരുത്തർ ചെയ്ത കർമ്മമാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ കർമ്മം എവിടുന്ന? അത് പൂർവ്വജന്മത്തിലെ കർമ്മം. ഈ പൂർവ്വജന്മത്തിലെ കർമ്മം ഓർത്ത് വെക്കാൻ ഒരാളില്ലെങ്കിൽ അതിന്റെ ഫലം എങ്ങനെ കൊടുക്കും? അതുകൊണ്ട് ജഡങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ഒരിക്കലും ഫലം കൊടുക്കത്തില്ലെന്നും അതിന് ചേതനായിരിക്കുന്ന ഒരു വസ്തു വേണം. അതിനെയാണ് നമ്മൾ ചേതനസ്വരൂപനായിരിക്കുന്ന പരമാത്മാ ഈശ്വരൻ എന്ന് മാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരനിൽ നിന്ന് ജീവന്മാരുടെ കർമ്മത്തിന്റെ ഫലം കിട്ടുമെന്ന് വേദാന്തി അഭിമാനിക്കുന്നത്. ഈ സ്ഥലത്ത് പൂർവമീമാംസകന് അങ്ങനത്തെ ഒരു ഈശ്വരൻ ഇല്ല. ഓക്കെ, ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. നമ്മൾ വിചാരിക്കാം, അതായത് പൂർവമീമാംസയെയും നമ്മൾ ക്ഷേത്രപൂജയെയും ഒന്നിപ്പിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണത്. അപ്പൊ ക്ഷേത്രത്തിൽ എന്താ പരമാത്മാവാണോ? അതുമല്ല. ക്ഷേത്രത്തിൽ ഡേറ്റീസ് ദേവതകളല്ലേ. ഇങ്ങനെ കുറെ വ്യത്യാസമുണ്ട്. നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്യുന്ന നേരം ചിലർ ചോദിക്കും, അതായത് ഞങ്ങളുടെ മതത്തിൽ ഒരു എന്താ അവര് ചോദിക്കുന്നവർക്ക് ദേവത ഈശ്വരൻ എന്നുള്ള ഭേദമൊന്നുമില്ല. ഞങ്ങളെ മതത്തിൽ ഒരു ദൈവമല്ലോ, നിങ്ങളെ മതത്തിൽ കുറെ ദൈവം ഉണ്ടല്ലോ എന്നൊക്കെ ചോദ്യം വരും. അപ്പം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇത് ദൈവത്തിന്റെ കാര്യത്തിലല്ല, ദേവത വേറെ ഈശ്വരൻ വേറെ. അപ്പോൾ ദേവതയെ മാനിക്കാത്തതോ അല്ല, അഥവാ ദേവതയുടെ കാര്യത്തിലല്ല, ദേവതയെ പൂർവമീമാംസയിലെ വിഷ്ണുറുവൈ എന്താണ് ഉപാംശു ദേവത എന്നൊക്കെ രീതിയിലൊക്കെ മാനിക്കുന്നുണ്ട്. പക്ഷേ വേദത്തെ മാനിക്കാത്തത് കൊണ്ടാണ് നാസ്തികന്മാരാവുന്നത്. അതുകൊണ്ട് വേദത്തെ പ്രമാണമായിട്ട് മാനിക്കുന്ന ദർശനങ്ങളെ നമ്മൾ ആസ്തിക ദർശനം എന്ന് പറയും. അതിൽ നാസ്തികന്മാരിൽ 6 വരുന്നത് 4 ബൗദ്ധന്മാരിൽ പെട്ടതാണ്. മാധ്യമികൻ, യോഗാചാരൻ,
യോഗാചാരന് വിജ്ഞാനവാദി എന്ന് വേറൊരു പേര് കൂടിയുണ്ട്. പിന്നെ സൗത്രാന്തികൻ, വൈഭാഷികൻ. ഇങ്ങനെ 4 പേരാണ് ബൗദ്ധന്മാരിൽ മുഖ്യം മാധ്യമികനും പിന്നെ അതിന്റെ താഴെയുള്ള ഓരോ പടിയായിട്ട് വരും. ഇതിനൊരു ശ്ലോകം തന്നെ, നിങ്ങൾ ശ്ലോകമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എഴുതിയെടുക്കുക. വേണമെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. പക്ഷേ ഇത് വീഡിയോ ആയിട്ട് റെക്കോർഡാകുന്ന സമയത്ത് അതിലേക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കേട്ട് എഴുതിയെടുക്കുക. മുഖ്യോ മാധ്യമികോ വിവർത്തമഖിലം ശൂന്യസ്യ മേനേ ജഗത് യോഗാചാരമതേതു സന്ധിമതയസ് താസാം വിവർത്തോ കിലഃ അർത്ഥോസ്തി ക്ഷണികസ്ത്വസാവനുമിതോ ബുദ്ധ്യേതി സൗത്രാന്തികഃ പ്രത്യക്ഷം ക്ഷണഭംഗുരം ച സകലം വൈഭാഷികോ ഭാഷത്തെ. ഇത് ഇപ്പോൾ എഴുതിയെടുക്കുക. അതിന്റെയൊക്കെ ഡീറ്റെയിൽ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ. ഇങ്ങനെ ഇരിക്കുന്ന 4 ബൗദ്ധ സിദ്ധാന്തക്കാരും എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ പരമ്പരയെ നമ്മൾ ബൗദ്ധന്മാർ എന്ന് വിളിക്കും. ബുദ്ധന്റെ ശിഷ്യന്മാരെ. ആ ശാസ്ത്രത്തെയൊക്കെ ബൗദ്ധശാസ്ത്രം എന്ന് പറയും. പിന്നെയുള്ളത് ഒന്ന് ചാർവാകനും മറ്റൊന്ന് ജൈനനും. ഇവരാരും തന്നെ വേദത്തെ പ്രമാണമായിട്ട് മാനിക്കുന്നില്ല. വേദത്തിലെ പ്രശ്നവും പരിവട്ടവും പറഞ്ഞാണ് ബുദ്ധൻ മതം വേറെ തന്നെ കൊണ്ടുപോകുന്നത്. കുറെ കാലം, കാരണം ഓരോന്നിനും ഓരോരോ കാലം. ബുദ്ധൻ കുറെ കാലം ഇന്ത്യ മൊത്തമല്ലല്ലോ, വിദേശവും ഭരിച്ചു നടന്നു. കാലം കഴിഞ്ഞപ്പോൾ ബുദ്ധന്റെ പ്രഭാവം നഷ്ടപ്പെട്ടു. ബുദ്ധന്റെ സിദ്ധാന്തത്തിൽ നിന്ന്, ഈ 4 പേരുടെ സിദ്ധാന്തത്തിൽ നിന്ന് എത്രയോ ദൂരത്താണ് പിന്നെ ബുദ്ധമതം പോകുന്നത്. പിന്നെ അതവരുടെ ഇപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന സമ്പ്രദായമായിട്ട് നോക്കിയാൽ ഇതൊക്കെ തന്ത്രത്തിലേക്ക് കയറിക്കൂടി. തന്ത്രമൊന്നും അവരുടെ പാർട്ടല്ലായിരുന്നു. കാലം പോകുന്നതനുസരിച്ച് എന്ത് പറ്റും, മറ്റു മതങ്ങളിലെ പലതും കോപ്പി അടിച്ച് അവരും മാറും. അതായത് വേദത്തിലെ ഉപാസന പദ്ധതിയും ദേവതാ പദ്ധതിയൊക്കെ ഒഴിവാക്കിയിട്ട് സ്വന്തം പദ്ധതി ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിലും പറയും ചൈത്യം വന്ദേ, ബുദ്ധ പ്രതിമയാണ് ചൈത്യം, അതിനെ വന്ദിക്കുക, കാമന പൂർത്തീകരിക്കാൻ. അപ്പൊ ഇതൊക്കെ വേറെ മതങ്ങളിൽ നിന്ന് കോപ്പി അടിക്കുന്നതാണ്. ഉലകത്തിലെ മതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സമാനത വളരെ ഉണ്ടാവും. കാരണം ഓരോരോ ജനസാമാന്യത്തിന്റെ ബുദ്ധിക്കനുസരിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. അതിന്റെ ടോപ്പ് ഓർഡറിൽ എത്തുമ്പോൾ മാത്രമാണ് അദ്വൈത വേദാന്തം നിൽക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ 2 വിഭാഗം, ഒന്ന് ആസ്തികം, മറ്റൊന്ന് നാസ്തികം. ഈ ആസ്തിക ദർശനങ്ങൾ, ദർശനം എന്ന് പറഞ്ഞാല് ദൃശ്യതേ അനേനേതി ദർശനം എന്നാണ് വ്യുത്പത്തി നടത്തുക. ഏതിനാലാണോ ബോധം എന്ന് പറഞ്ഞ ജ്ഞാനം ഉണ്ടാവുന്നത്, അതിനെ നമ്മൾ ദർശനം എന്ന് പറയും. അതായത് ദർശനത്തിന്റെ കാരണത്തെയാണ് ദർശനം എന്ന് പറയുന്നത്. ദർശനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം നേർത്തോളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഈശാവാസ്യോപനിഷത്ത്, ഇത് ശബ്ദമാണിത്. ശബ്ദത്തിലൂടെ അർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ കേട്ടിട്ട് ഒരു അർത്ഥത്തിന്റെ ബോധം ഉണ്ടാവുന്നുണ്ട്. ആ ബോധത്തെയാണ് ദർശനം എന്ന് പറയുന്നത്. ആ ബോധത്തിന് കാരണമായത് കൊണ്ട് നമ്മൾ ഗ്രന്ഥത്തെയും ദർശനം എന്ന് പറയുന്നു. ഇവിടെ തന്നെ ആസ്തികമായിരിക്കുന്ന 6 ദർശനം. ഈ 6 ദർശനത്തിൽ ഒന്ന് മാത്രമാണ് അദ്വൈതം പറയത്തുള്ളൂ. ബാക്കിയെല്ലാം ദ്വൈത ഗ്രന്ഥങ്ങളാണ്. പണ്ട് നമ്മളൊരു കഥയിലുള്ള കാര്യം പറയണേ. നമ്മുടെ പരിചയത്തിലുള്ള ഒരു ഗുരുജി വേറെ ഒരു പ്രസിദ്ധനായിരിക്കുന്ന ഗുരുജിയുടെ സമീപത്തിരിക്കുമ്പോൾ അങ്ങേരുടെ ഭക്തന്മാരൊക്കെ പറഞ്ഞു, സ്വാമിജി നിങ്ങളൊരു ചോദ്യം ചോദിക്കുക, എന്തെങ്കിലും ചോദിക്കുക. അപ്പൊ മഹാഗുരു പറഞ്ഞു, ആ ചോദിക്കൂ. അപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ഗുരുജി അങ്ങോരോട് ചോദിച്ച്, ഈ യോഗസൂത്രം ദ്വൈത ഗ്രന്ഥാണോ അദ്വൈത ഗ്രന്ഥാണോ? അങ്ങനെ പറഞ്ഞ് ഇത് അദ്വൈത ഗ്രന്ഥമാകുന്നു എന്ന്. വാസ്തവത്തിൽ അത് മഹാമോശം പരിപാടിയായി. നിങ്ങൾക്ക് 2 വർഷം മുന്നേ യോഗസൂത്രം എടുത്തതാണ് പുനർജനക്കാർക്ക് വേണ്ടിയിട്ട്. അവിടെ നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്, ഇതൊരു ദ്വൈത ഗ്രന്ഥമാണ്. ദ്വൈതം ആവാൻ വേണ്ടിയിട്ടേ, ജഗത്തിനെ മാനിക്കാത്തതൊന്നും അല്ല. പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ജഗത്ത് യോഗ സാഖ്യ സിദ്ധാന്തം സമാനമാണ്. വാസ്തവമായിട്ട് ജഗത്തുണ്ട്, വാസ്തവമായിട്ട് ചേതനന്മാർ അനേകമുണ്ട്. അവിടെയാണ് പ്രശ്നം. അനേക ചേതനന്മാര്, ജീവൻ അനേകമാണ്. അവിടെ യോഗസൂത്രത്തിലെ കൃതാർത്ഥം പ്രതി നഷ്ടമപ്യനഷ്ടം തദന്യ സാധാരണത്വാന്നൊരു സൂത്രമുണ്ട്. കൃതാർത്ഥനെ സംബന്ധിച്ച്. കൃതാർത്ഥനാരാ? അവിടുത്തെ യോഗസൂത്രത്തിലെ കൃതാർത്ഥനാരാ?
കൃതഃ അർത്ഥോ ഏന സ കൃതാർത്ഥഹാന. അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ചത് ആരാലാണോ അവനാണ് കൃതാർത്ഥൻ. ഇവിടുത്തെ കൃതാർത്ഥൻ ആരായിരിക്കും? അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്? വേദാന്തത്തിലെ കൃതാർത്ഥൻ വേറെയും യോഗസൂത്രത്തിലെ കൃതാർത്ഥൻ വേറെയും വരുമോ? അതായത് ഈ പഠനമേ നമുക്ക് ഇത് മഗപ്പ് ചെയ്യാൻ വേണ്ടി പഠിക്കാം, അതല്ല ഒരു സ്റ്റുഡൻ്റായി നല്ല രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ പഠിക്കാം. ठीक है, നമുക്കിത് ടീച്ച് ചെയ്യാൻ അതേപോലെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടും സുഖമായിട്ട് അതിങ്ങനെ പൊക്കത്തുനിന്ന് പഠിച്ചെടുത്താലും ഡെലിവറി ഒക്കെ ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കയറി വന്നാൽ നിങ്ങൾക്കത് ഉത്തരം പറയാൻ പറ്റാതെ പോകും. അല്ല, ഇത് ഉത്തരം പറയാൻ വേണ്ടിയാണ് പഠിക്കുന്നത്? അല്ല, പഠിച്ച് നന്നായിട്ട് പഠിച്ചെങ്കിലേ നമുക്കത് ശരിക്കും ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. പഠിച്ചാൽ എന്താ ഗുണം? അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. എന്തിനും പഠിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ठीक है, ഞങ്ങൾ ഗുരുക്കന്മാരൊന്നും പഠിച്ചില്ലല്ലോ എന്നൊരു ആക്ഷേപം പലരും ഉന്നയിക്കും. അതിനെല്ലാം ഉത്തരം തരാം. ठीक है, പഠിക്കാത്ത ഗുരു, പഠിച്ച ഗുരു. അതായത് യോഗസൂത്രത്തില് ജീവാത്മ പരമാത്മ ഐക്യത്തെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല. പിന്നെന്താ പറഞ്ഞത് അവിടെ? ജീവപരഭേദമാണ് പറഞ്ഞത്. ठीक है, ഭേദവും ഐക്യവും നേർവിപരീത സാധനങ്ങളാണ്. ഐക്യത്തിന്റെ വിപരീതമാണ് ഭേദം, ഭേദത്തിന്റെ വിപരീതമാണ് ഐക്യം. അതായത് ഐക്യം യോഗസൂത്രത്തിൽ പറയാൻ പറ്റൂല. കാരണം ദ്വൈത ഗ്രന്ഥത്തില് ജീവനും ഈശ്വരനും തമ്മിൽ ഐക്യമില്ല. ജീവന്മാർ തമ്മിൽ പരസ്പരം വിലക്ഷണമാണ്. ജീവന്മാരും ഈശ്വരനും തമ്മിൽ വൈജാത്യമുണ്ട്, ഒരേ സ്വരൂപത്തിലല്ല. ठीक है, അതെന്താ? ചേതനത്തിന് ഒരേ സ്വരൂപമല്ലേ? ചേതനത്തിന് ഒരേ സ്വരൂപമാണ്. പക്ഷേ നിത്യമുക്തനാണ് ഈശ്വരൻ, ജീവൻ നിത്യമുക്തനല്ല. അങ്ങനെ വ്യത്യാസമുണ്ട്. ठीक है, ആ ജീവന്മാരിൽ തന്നെ മുക്തരായവര് അനിത്യമുക്തന്മാര് എന്ന് ഒരു കാലത്ത് മുക്തി ഇല്ലാത്തവരായിരുന്നു. പിന്നെയുള്ളത് അമുക്തന്മാരും. ഇങ്ങനെ ജീവഭേദം കിടക്കും. പിന്നെയുള്ളത് ഈശ്വരൻ നിത്യമുക്തനും. നിത്യമുക്തനായിരിക്കുന്ന ഈശ്വരന് ജീവനായിട്ട് ഐക്യമില്ല. പക്ഷെ വേദാന്തത്തിൽ ഒരൊറ്റ ആത്മാവേ ഉള്ളൂ. ഇവിടെ വേദാന്തത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ പറയാണ്, പശുക്കൾക്കും പട്ടികൾക്കും മനുഷ്യന്മാർക്കും കിളികൾക്കും ആത്മാവുണ്ട്. ആയിക്കോട്ടെ, സമ്മതിക്കും. ആത്മാവ് ഏകമാണ്, അതും സമ്മതിക്കും. പട്ടിക്കും മനുഷ്യനും കൂടി ഒരാത്മാവേ ഉള്ളൂ എന്ന് വെച്ചാൽ ആന്ന് പറയോ? ബാക്കി രണ്ടും ആന്ന് പറയും. ठीक है, പട്ടിയുടെ ആത്മാവ് തന്നെയാണോ തന്റെ ആത്മാവ് എന്ന് പറഞ്ഞാല് അത് ഇഷ്ടപ്പെടത്തില്ല അല്ലെ? ആണ് എന്നുള്ളത് എങ്ങനെ? അതായത് ഞാൻ എന്ന് അഭിമാനിക്കുന്നല്ലേ ജീവൻ, അവൻ തന്നെയല്ലേ പരമാത്മാ, അവൻ ഏകനല്ലേ? അതെ. അങ്ങനെയാകുമ്പോൾ പട്ടിയുടെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ട് ഏകനായിട്ടിരിക്കുകയോ? ആത്മതലത്തില്, ആത്മാവിന്റെ തലത്തിൽ ഒന്ന് തന്നെയാണ്. പിന്നെ എവിടുന്നാ മാറിപ്പോന്നേ? അത് ഉപാധി വരുമ്പോൾ മാത്രം മാറിപ്പോകും. ഉപാധിയായിരിക്കുന്ന അന്ധക്കരണം വരുമ്പോൾ ഇതെല്ലാം മാറിപ്പോയി. ഉപാധി കൊണ്ടുവരുന്ന ഭേദം ഇതിനെ പറയും ഔപാധിക ഭേദം. ഉദാഹരണത്തിന് ഒറ്റ ആകാശം. ആ ആകാശത്തിൽ നമ്മളൊരു 100 ഘടം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഘടത്തിന്റെ ഉള്ളിലുള്ള ആകാശം നമുക്ക് ഭിന്നമായിട്ട് അനുഭവപ്പെടാം. അതേപോലെ തന്നെ ഓരോരോ ഘടത്തിലെ ജലത്തിൽ നമ്മൾ കളർ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാല് എന്ത് പറയാം? ഘടത്തിനുള്ളിലെ ജലത്തിന്റെ കളറിന്റെ വ്യത്യാസം കൊണ്ട് നമ്മൾ ഘടത്തിനുള്ളിലെ ആകാശത്തിലും ഭേദം പറയാം. അല്ലെങ്കിൽ വേണ്ട, ഓരോരോ ഘടത്തിനുള്ളിലും പല പൊടികൾ വിതറിയാല് തത്തത് ആകാശ സംബന്ധിയായിട്ട് ആ പൊടി ഇരിക്കത്തുള്ളൂ. അന്നപ്പോൾ നമ്മൾക്ക് എന്ത് തോന്നും? ഈ ആകാശം വേറെ, ആകാശം വേറെ. കാരണം ഈ പൊടിയായിട്ട് സംലിപ്തമായിട്ട് ഈ ആകാശം ഇരിക്കുന്നു, മറ്റൊരു ഘട്ടത്തിൽ ആകാശം വേറെ ഒരു പൊടിയായിട്ടുള്ള സംബന്ധത്തിലിരിക്കുന്നു. വാസ്തവത്തില് ഈ പൊടിയുമായിട്ടോ ഘടവുമായിട്ടോ യാതൊരു ബന്ധവും ആകാശത്തിനില്ല. ഈ രീതിയിലാണ് ആത്മാവേകനാവുന്നത് എന്ന് പറയുന്നത്. അർത്ഥം ഉപാധിയോടുകൂടി നമ്മൾ ജീവന്മാരെ തന്നെ പട്ടിപ്പൂച്ച മനുഷ്യൻ എന്നൊക്കെ വിഭാഗം ചെയ്യുമ്പോൾ പോലും അനുപഹിതനായിരിക്കുന്നേ എന്ന് പറയുന്ന ഉപാധിയായിട്ട് സംബന്ധമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പരമാത്മ ഏകനാണ്. അല്ല, അന്നപ്പോൾ ഉപാധിയായിട്ട് സംബന്ധിക്കുന്ന നേരം അനേകമാവൂലേ? അതും ആവത്തില്ല. ഏതുപോലെ? ഘടമായിട്ട് സംബന്ധിക്കുന്ന സമയത്ത് ആകാശത്തെ നമ്മൾ ഭിന്നമെന്ന് കരുതുമ്പോൾ പോലും ആ ആകാശം ഒറ്റയൊന്നേ ഉള്ളൂ. അപ്പൊ ഈ ആകാശം വേറെ, ആകാശം വേറെ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതോ?
ആ മനസ്സിലായതാണ് ബുദ്ധിമുട്ട്. എന്ന് പറഞ്ഞാല് എല്ലാം മനസ്സിലാക്കലും ശരിയല്ലല്ലോ. ഇല്ലാഞ്ഞിട്ടും കാണുന്നത് കൊണ്ടാണ് നമ്മൾ മിഥ്യ എന്ന് പറയുന്നത്. ഇവിടെ ഔപാധികമായിരിക്കുന്ന ഭേദം കൊണ്ട് ഘടാകാശത്തെ നമ്മൾ ഭിന്ന ഭിന്നെന്ന് മനസ്സിലാക്കുമ്പോൾ പോലും ആകാശം എല്ലാ ഘട്ടത്തിലും കൂടി ഒന്നേ ഉള്ളായിരുന്നു. ആ ആകാശത്തിനായിരിക്കട്ടെ ഘട്ടമായിട്ട് സംബന്ധമില്ലായിരുന്നു. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന നേരം ആ ഗ്ലാസ്സിലിരിക്കുന്ന വായു പുറത്തേക്ക് പോകും, പക്ഷേ ആകാശം പുറത്തേക്ക് പോകത്തില്ല. അതിനേക്കാൾ സൂക്ഷ്മമായതിനാൽ ആകാശം എന്നുള്ളത് എന്താണ്, മറ്റു വസ്തുക്കൾക്ക് ഇടം കൊടുക്കുന്നതാണ് ആകാശം. എന്നപ്പോൾ ആദ്യമേ ഗ്ലാസിന്റെ ഉള്ളിലിടുന്ന ആകാശം അതേപോലെ തന്നെ ഇരിക്കും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ഉള്ളിലും പുറമേട്ട് അപ്പോഴും ആകാശം ഇരിക്കും. ഇതിനും കാരണമായിരിക്കുന്ന പരമാത്മാ ആ ഘടത്തിലും ജലത്തിലും ഗ്ലാസ്സിലെ ജലത്തിലും നമ്മുടെ ശരീരത്തിലും പുറമെയായിട്ട് ഏകനായിരിക്കുന്ന സ്വരൂപത്തിലിരിക്കും. ഈ ഒരു കാര്യം നിങ്ങളുടെ യോഗ സാഖ്യ സിദ്ധാന്തത്തിന്റെ വിഷയമല്ല. ആയതിനാൽ എവിടെയാണ് ജീവേശ്വരന്മാരുടെ തമ്മിലുള്ള അഭേദമാണ് വേദാന്തിക്ക്. സാഖ്യന് ജീവേശ്വരന്മാർ തമ്മിലെ ഭേദമുണ്ട്, പക്ഷെ ആ ഭേദജ്ഞാനമല്ല അവന്റെ കൈവല്യത്തിന് കാരണം. മനസ്സിലാകുന്നുണ്ടോ? പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള ഭേദജ്ഞാനമാണ് കൈവല്യത്തിന് കാരണം. ഇങ്ങനെ ശാസ്ത്രം മാറി മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ അദ്വൈത വേദാന്തം ഒഴിച്ചിട്ട് മറ്റ് ആസ്തിക ദർശനങ്ങൾ പോലും ദ്വൈതങ്ങളാണ്. അതുകൊണ്ട് ദ്വൈതവും അദ്വൈതവും വിപരീത കാര്യങ്ങളായതുകൊണ്ട് ഏതൊരു ഫലമാണോ അദ്വൈത ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്നത് ആ ഫലം നിങ്ങൾക്ക് ദ്വൈത ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടത്തില്ല. അങ്ങനെയാവുമ്പോൾ ഏകം സാഖ്യം ച യോഗം ച യത് പശ്യതി സ പശ്യതി എന്നുള്ള ഗീതാ ശ്ലോകം എന്ത് ചെയ്യും? കാരണം ഈ ശ്ലോകത്തെ ഉപയോഗിച്ചിട്ടാണ് പലരും എന്ത് പറയാറ്, നിങ്ങൾ വേദാന്തം പഠിച്ചോളൂ, ഞങ്ങൾ യോഗയിലൂടെ മുക്തി നേടുന്നു പറയാൻ കാരണം ഈ ശ്ലോകമാണ്. പക്ഷെ ഈ ശ്ലോകത്തിന്റെ ഭാഷ്യം ഒന്ന് വായിക്കുക, അന്നേരം മനസ്സിലാവും ഇതെന്താ പറഞ്ഞത്. സാഖ്യവും യോഗവും, സാഖ്യം എന്നുള്ളത് ജ്ഞാനം, യോഗം എന്നുള്ളത് കർമ്മയോഗമാണ്. അപ്പോൾ കർമ്മയോഗവും ജ്ഞാനവും ഒരേപോലെ മുക്തിക്ക് കാരണമാണ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് കർമ്മം ചെയ്ത് മുക്തിയെ പ്രാപിക്കാം, ചിലർക്ക് ജ്ഞാനത്തിലൂടെ മുക്തിയെ പ്രാപിക്കാം എന്നല്ല ഇതിനർത്ഥം. പിന്നെയോ കർമ്മം ചെയ്തിട്ട് അന്ധക്കരണ ശുദ്ധി വന്നവന് മാത്രമേ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ, ആ ജ്ഞാനം വഴി അവന് കൈവല്യത്തെ പ്രാപിക്കാം. ആ രീതിയിൽ കൈവല്യത്തിന് കാരണമാണ് കർമ്മവും. പക്ഷെ നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിൽ തന്നെ കുറച്ചു കഴിഞ്ഞാല് സമുച്ചയത്തെ നമ്മൾ ഖണ്ഡിക്കും. അല്ല, ഇപ്പൊ നിങ്ങൾ സമുച്ചയമല്ലേ പറഞ്ഞതിപ്പോൾ, ആദ്യം കർമ്മം പിന്നെ ജ്ഞാനം അതിൽ നിന്ന് കൈവല്യം എന്നുള്ളത്, ഇതൊരു സമുച്ചയമാണ്. പക്ഷെ ഈ സമുച്ചയത്തെ പറയും ക്രമസമുച്ചയം. ക്രമത്തിൽ ആദ്യം കർമ്മ ഉപാസനയെ നമ്മൾ കർമ്മത്തിലേ പെടുത്തത്തുള്ളൂ. അവിദ്യ കാര്യമായതുകൊണ്ട് ആവിദ്യകമാണ്, ആയതിനാല് കർമ്മത്തിന്റെ കോടിയിലേ നമ്മൾ ഉപാസനയും പെടുത്തത്തുള്ളൂ. ഈ ഉപാസനയാവട്ടെ കർമ്മമായിരിക്കട്ടെ, അതെങ്ങനെ ചെയ്യണം എന്നാണ്, ഫലേച്ഛ ഇല്ലാതെ കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ കർമ്മയോഗം എന്ന് മാനിക്കത്തുള്ളൂ. അവിടെ ആ കർമ്മയോഗത്തെയാണ് ഏകം സാഖ്യം ച യോഗം ച എന്നുള്ള സ്ഥലത്ത് യോഗ ശബ്ദം കൊണ്ട് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന കർമ്മത്തിൽ നിന്ന് അന്ധകരണം ശുദ്ധമായെങ്കിൽ മാത്രമേ വേദാന്തത്തിന്റെ അധ്യയനത്തിന് പോലും സാഹചര്യം ഉണ്ടാകത്തുള്ളൂ എന്നാ. ഒരു ശ്ലോകമുണ്ട് ഇതിനെക്കുറിച്ച്. ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈത വാസന മഹാഭയ കൃതത്രാണ അദ്വിത്രാണം യതി ജായതേ. മഹാഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നേ, മഹാഭയകൃതത്രാണ ദ്വിത്രാണം യതി ജായതേ. 2-3 പേർക്ക് ഈ മഹാഭയത്തിൽ നിന്ന് രക്ഷിക്കുന്ന അദ്വൈത വേദാന്തം ശ്രവിക്കാനുള്ള ഇച്ഛ തോന്നുന്നുണ്ടെങ്കിൽ അതുപോലും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പുംസാം മനുഷ്യർക്ക് അദ്വൈത വാസന, പുംസാം അദ്വൈത വാസന, അദ്വൈതത്തിലെ വാസന, അതായത് എവിടെയാണോ വാസന അത് ജീവിതത്തിൽ വന്നു ചേരും. അവർക്ക് ആ വഴിയിലൂടെ നന്നായിട്ട് മുന്നേറാൻ പറ്റും.
ഈ കേനോപനിഷത്തിന്റെ ഭാഷ്യകാരൻ പറയുന്നത്, ചിലർക്ക് ശാസ്ത്രം എപ്രകാരം പറഞ്ഞു അപ്രകാരം മനസ്സിലാവും. ശാസ്ത്രത്തിൽ പറഞ്ഞത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ചിലർക്ക് കുറച്ച് മനസ്സിലാവും, ചിലർക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാവും, ചിലർക്ക് യഥാവത് എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് അപ്രകാരം തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെവിടുന്നാ മാറുന്നത്? ഇതിനാണ് പൂർവജന്മത്തിലെ ഉള്ള സുഹൃതം ഇവിടെ കാരണമാവെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പം നിലവിളിക്കാൻ പറ്റുമോ? പൂർവ്വജന്മത്തിൽ സുഹൃതം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമോ? ഒന്നുമില്ല. ഇത് സ്ഥിരമായിട്ട് പഠിച്ച് വന്നൂല. അപ്പം പഠിക്കാൻ നമ്മൾ കാണിക്കുന്ന ഔത്സുക്യം തന്നെയാണ് സുഹൃതം എന്ന് മനസ്സിലാ. അല്ലാതെ അദ്വൈത വേദാന്തത്തിലേക്കൊന്നും ആരും പെട്ടെന്ന് വന്ന് ചേരത്തില്ല. അത് മാത്രല്ല, നിങ്ങളുടെ ബൃഹദാരണ്യകത്തില് വിദ്യാസൂത്രം അവിദ്യാസൂത്രം എന്ന് പറഞ്ഞ രണ്ടാക്കും. സൂത്രം അല്ലാതെ ആ ഭാഗത്തെ സൂത്രം എന്ന് വിളിക്കുന്നേ ഉള്ളൂ. അതായത് സംക്ഷേപിച്ച് പറയുന്നത് കൊണ്ട് സൂത്രം എന്ന് പറയുന്നത് അത് ശ്രുതിയുടെ ഭാഗമാണ്. ഓക്കെ. ആത്മേത്യവ ഉപാസീത, അത് ഉപാസനയല്ല കേട്ടോ, ആത്മാവിനെ അറിയണം എന്നുള്ളതാണ്. അതാണ് വിദ്യാസൂത്രം. ഈ വിദ്യാസൂത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിദ്യാസൂത്രം വരും. യോ അന്യാം ദേവതാം അന്യോസോ അന്യോഹമസ്മീതി ഉപാസ്തേ സന വേദ പശുരേവകും സദേവാനാം. അതായത് ഇതിന്റെ അർത്ഥം, ആരാണോ ദേവതയെ ദേവത ഭിന്നമെന്നും ഞാൻ ഭിന്നമെന്നും കരുതി ഉപാസിക്കുന്നത് അവൻ വാസ്തവം അറിയുന്നില്ല. അതുകൊണ്ട് ദേവതകളെ സംബന്ധിച്ച് അവൻ വെറും പശു മാത്രമാകുന്നു. പശുരേവകും സദേവാനാം, ദേവന്മാർക്ക് അവൻ പശുവാ. അതിനൊരു നല്ലൊരു ദൃഷ്ടാന്തമൊക്കെ ഭാഷ്യകാരൻ അവതരിപ്പിക്കുക അവിടെ. എപ്രകാരം പശുവിനെ വളർത്തി ജീവിക്കുന്ന ഒരാളാണ്, അങ്ങേർക്കാകെയും 4 പശുവുള്ളൂ. അതിൽ ഒരു പശു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ദുഃഖമാണ്. അതുകൊണ്ട് ഏത് വിധേനയും ആ പശുവിനെ രക്ഷിക്കുക എന്നുള്ളത് അങ്ങയുടെ കർത്തവ്യമാണ്. ഇതേപോലെ ദേവതകളെ സംബന്ധിച്ച് വെറും പശുസ്ഥാനീയ മാത്രമാണ് മനുഷ്യന്മാർ. അതെന്തുകൊണ്ടാ? ദേവതകൾക്ക് ഇത്രയും ശക്തിയൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം നിലയ്ക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനുള്ള സാമർഥ്യമില്ല, അവകാശവും ഇല്ല. പിന്നെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്? അതിവിടെയുള്ള മനുഷ്യർ കൊടുക്കുന്ന ഹവിസിലൂടെയുള്ള ജീവിതമാണ്. ठीक है न देवाः भुङ्क्ते दृष्ट्वा तृप्यन्ति भुञ्जते. ठीक है देवा न भुङ्क्ते ഏകവചനം. കണ്ട് ഈ വസ്തുക്കളെ കണ്ട് തൃപ്തരാവുന്നു എന്നും. ठीक है. പക്ഷേ മനുഷ്യന്മാരുടെ, അതായത് നമ്മൾ പറയത്തില്ലേ ഋണങ്ങളിൽ 5 ഋണങ്ങളിലെ ഒന്നാണ് ദേവഋണം. ആ സ്ഥലത്ത് ദേവന്മാരോടുള്ള ഋണാപാകരണം നടത്തണമെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ദേവന് ഭോഗർപ്പിക്കണം. അപ്പോൾ ദേവന് ഭോഗർപ്പിക്കുക എന്നുള്ളത് മനുഷ്യന്റെ കർത്തവ്യമായിരിക്കെ ഒരു ജീവൻ ബ്രഹ്മാകാര വൃത്തി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരത്തില്ല. അതുകൊണ്ട് എന്താ അവൻ പോട്ടെ? അതല്ല പ്രശ്നമുണ്ട് ഇവിടെ. ഒരു ദേവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മനുഷ്യന്മാര് 1000 ജന്മങ്ങൾ എടുക്കും, 10,000 ജന്മങ്ങൾ എടുക്കും. എത്രയോ ജന്മം, അതിൽ 1000 ജന്മം മനുഷ്യജന്മമായിട്ട് തന്നെ വരും. അന്നപ്പോൾ ഒരു ജീവൻ മുക്തനായി കഴിഞ്ഞാൽ ദേവതയെ സംബന്ധിച്ച് 1000 പശുവിന്റെ നാശത്തിന് സമാനമാണ്. അന്നപ്പോൾ ഒരു പശുവിന്റെ നഷ്ടം പോലും സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ 1000 പശുവിന്റെ നാശം എങ്ങനെ സഹിക്കാൻ പറ്റും? അതുകൊണ്ട് 1000 പശുവിന് സമാനനായിരിക്കുന്ന ഒരു ജീവൻ ബ്രഹ്മാകാര വൃത്തിക്ക് ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് ദേവൻ നോക്കിക്കോളും. അതുകൊണ്ടാണ് അദ്വൈത വേദാന്തം പഠിക്കാൻ വന്നാൽ ഏറ്റവും കൂടുതൽ വിഘ്നം സംഭവിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ സാധനം പഠിച്ച് തലേ കയറ്റണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പഠിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ജീവിതത്തിൽ ദേവതയാക്കി ഉണ്ടായിത്തീരുന്ന കുറച്ച് പ്രശ്നങ്ങൾ കയറി വരും. അതെ, ബ്രഹ്മസൂത്രത്തിൽ ഇതിന്റെ ചർച്ച വരും. അന്നേരം പറയും, നിങ്ങൾ പഠിക്കാൻ പോകുന്ന വഴിയിൽ വടിയായിട്ട് നിൽക്കുകയൊന്നുമില്ല ദേവത, നിങ്ങളുടെ ബുദ്ധിയിലാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കി തരിക. ഇത്രയും സ്പീഡ് പോകുന്ന ക്ലാസ്സോ, പിന്നെ ഇതിലും വലിയ ക്ലാസ് നമ്മൾ അതിലും കണ്ടതാ, അങ്ങനെ നമുക്ക് തോന്നും. ഓക്കെ, ഇയാള് പറഞ്ഞിട്ട് വേണമല്ലോ ഇനിയിപ്പൊ ജ്ഞാനുണ്ടാവാൻ. അത് മാത്രല്ല, ഞങ്ങളുടെ ഗുരുവിന് ജ്ഞാനുണ്ടായത് പഠിച്ചിട്ടാണോ? ആ ഇത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഒരു നല്ലൊരു ഹിന്ദി ഭജൻ ഉണ്ട്. അതില് സിയാപതി രാമചന്ദ്ര കി ജയ്, ഇതിന്റെ കുറെ കഴിഞ്ഞാല് ഒരു ശ്ലോകം, ഒരു ലൈന് വരുന്നത്,
ഈ ഗജേന്ദ്രൻ പഠിച്ചിട്ടാണോ മോക്ഷം കിട്ടിയെന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ദ്വൈതികള് ഒരിക്കലും സമ്മതിച്ചിരാത്തൊരു സംഭവമാണ് പഠിക്കുക എന്നുള്ളത്. ഇവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മള് പണ്ടൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കായിരുന്നു. ഇപ്പം കൊടുക്കതേയില്ല. അവരാ വഴിക്ക് വിടും. പോകണം മക്കളെ, ടീക്കെ ഗുരുവിന്റെ അടുത്ത് പോയി നമസ്കരിച്ചോളും, ഗജേന്ദ്രനായിക്കോളും. കുറെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകത്തുള്ളൂ എതുക്ക് പഠിക്കണം എന്നുള്ളത്. ടീക്കെ ഇതെല്ലാം നമുക്ക് 1 by 1 ആയിട്ട് പറഞ്ഞു തരാം. അന്നപ്പോൾ ഈ ഇന്നലെയും പറഞ്ഞില്ലേ, ശ്രേയാംസി ബഹുവിജ്ഞാനി എന്ന്. ശ്രേയകാര്യങ്ങൾക്ക് വിഘ്നം ഉണ്ടാവും. ആ വിഘ്നങ്ങൾ വരുത്തുന്നതിൽ അതിസമർത്ഥന്മാരുമാണ് ദേവതകൾ. ടീക്കെ ദേവതയ്ക്ക് ഒരു മനുഷ്യനെ ഈ അദ്വൈത വേദാന്തം പഠിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് എന്ത് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ലോക്കലായിട്ടൊരു ശബ്ദപ്രയോഗം നടത്തും, ദുഷ്ടം പ്രഥമം നമസ്കൃത്യാണ്. നമ്മുടെ ജോലി സ്ഥലത്തും എവിടെയാണെങ്കിലും ഏതെങ്കിലും ഒരു തലതിരിഞ്ഞവനുണ്ടാവും. അപ്പോൾ ബുദ്ധിപൂർവമായിട്ട് എന്ത് ചെയ്യുക, അവനെ ചേട്ടാ എന്തൊക്കെ ഉണ്ടല്ലേ ചേച്ചി സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് അവനെ കൈകാര്യം ചെയ്തിട്ട് ബാക്കി, അതായത് സ്ട്രേറ്റ് ഫോർവേഡ് ആൾക്കാരുടെ അടുത്ത് നമുക്ക് നന്നായിട്ട് വ്യവഹരിക്കാം. തലതിരിഞ്ഞവന്മാരുടെ അടുത്ത് വ്യവഹരിച്ചാൽ അവനോട് നല്ലവൻ പറഞ്ഞാൽ അവനോടൊപ്പം, ഒഴിവാക്കി വിട്ടാലും അവനോടൊപ്പം. ഒരു തൊന്തരവ് സാധനങ്ങൾ ഉണ്ടാവും. അവിടെ ബുദ്ധിപൂർവമായിട്ട് വ്യവഹരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ദുഷ്ടം പ്രഥമം നമസ്കൃത്യ, ആദ്യം ദുഷ്ടനെ നമസ്കരിച്ചിട്ട്. എന്തുകൊണ്ടാ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ശ്ലോകമുണ്ട്. എന്താണ്? കാര്യവിഘ്നോഹി മൂർഖത അപമാനം പുരസ്കൃത്യ മാനം കൃത്വാച പൃഷ്ഠത സ്വകാര്യം സാധേ ധീമാൻ കാര്യവിഘ്നോഹി മൂർഖത. ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ അതിനെ വിട്ടേക്ക്, ആരെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കുക, അവനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. കാരണം നമ്മൾക്ക് ചെയ്ത് എത്തേണ്ട ഇടത്ത് എത്താൻ പറ്റാതെ പോവുക എന്നുള്ളതാണ് നമ്മുടെ മൂർഖത. അല്ലാതെ അവന്റെ അടുത്ത് തട്ടിക്കേറിയിട്ട് നമ്മുടെ കാര്യം നഷ്ടപ്പെട്ടു പോയാൽ അതല്ല ബുദ്ധിമത്ത. ശരി. അതേപോലെ ഇവിടെയും പ്രശ്നക്കാരനാണ് ഈ ദേവത. അതുകൊണ്ട് ദേവതയ്ക്ക് അനുകൂലമായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് ഉപാസന ചെയ്യണമെന്നൊന്നുമില്ല. ഭാഷ്യകാരൻ പറയുന്നുണ്ട്, തസ്മാത് മുമുക്ഷു ദേവത ആരാധനാ പരോ ഭവേന്ന് ബ്രഹ്മസൂത്രത്തിലുള്ളത്. അതുകൊണ്ട് മുമുക്ഷു, മോക്തും ഇച്ഛു മുമുക്ഷു, മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ദേവത ആരാധനാപരനായിരിക്കുക. ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും കരുതേണ്ട ദേവത ഉപാസനയാണ് മുക്തിക്ക് കാരണം. നാളെ മുതൽക്ക് കിണ്ടിയും വെള്ളമായിട്ട് ഇറങ്ങണ്ട. ഉദ്ദേശിച്ചത് ദേവതയെ തൃപ്തമാക്കാനുള്ള എന്തെങ്കിലും ചെയ്യാൻ മാത്രമാണ്. ചെറിയൊരു ഭോഗം എടുത്താൽ പോലും തൃപ്തമാവും. അതേപോലെ തന്നെ ചെയ്യേണ്ടത് എന്താ? ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ട വിചാരം ചെയ്യുകയാണ് വേണ്ടത്. ആ സ്ഥലത്താണ് നമ്മൾ ദേവതയുടെ സൈഡിൽ വെക്കുന്നത്. വെച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതല്ലാതെ അതാണ് മുക്തിക്ക് കാരണം എന്നുള്ളത് കൊണ്ടല്ല. അതിന് ചെറുത് മതി പ്രശ്നം ഉണ്ടാക്കാൻ. പിന്നെയുള്ള എന്താണ്? വിചാരത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രവണം, മനനം, നിധിധ്യാസനം, ഇത് മൂന്നും ചേർന്നിട്ടുള്ള ഒറ്റ പേരാണ് വിചാരം. അപ്പൊ നമ്മൾ ഈ ഈശാവാസ്യം ഇതൊക്കെ വിചാര ഗ്രന്ഥങ്ങളാണ്. ശ്രവണം എന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞു, സകല വേദാന്ത വാക്യങ്ങളുടെയും അർത്ഥനിശ്ചയം നടത്തുക എന്നുള്ളതാണ് ശ്രവണം. അവിടെ തന്നെ വാക്യങ്ങളിലെ ചില പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം. അവിടെ നിന്ന് അതായത് പദത്തിന്റെ അർത്ഥമായിരിക്കുന്ന പദാർത്ഥത്തെ മനസ്സിലാക്കണം, വാക്യാർത്ഥത്തെ മനസ്സിലാക്കണം. പദാർത്ഥം ചിലപ്പോൾ ലക്ഷ്യാർത്ഥമായിരിക്കും, ചിലപ്പോൾ ശക്യാർത്ഥമായിരിക്കും. അവിടെ ലക്ഷ്യാർത്ഥത്തെ എടുത്താലും പദാർത്ഥത്തെ എടുത്താലും വാക്യാന്വയം സമ്പന്നമാക്കണം. വരട്ടോ, ഞാനതിന്റെ ഒന്നിച്ചങ്ങ് പറഞ്ഞു പോകുന്നുള്ളൂ, ഇതിന്റെ ഘട്ടം അങ്ങനെ വരും എന്നുള്ളത്. അവിടെ തന്നെ വക്തുരിച്ച താത്പര്യം എന്നുള്ള താത്പര്യത്തെ ഗ്രഹിക്കാനും ആ താത്പര്യത്തിന്റെ ഗ്രാഹകങ്ങളായിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ശ്രുതി ലിംഗ വാക്യ പ്രകടന സ്ഥാന സമാഖ്യകളെ അറിയണം. ഇതുവഴിയാണ് വാക്യത്തിന്റെ അർത്ഥത്തിനെ നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? ഒരു ഗുരുവിനെ കണ്ടിട്ട് ഗുരുവിന്റെ പേരിൽ ഉള്ള ഒരു മന്ത്രം ചെവിട്ടിൽ ഓതിയത് കൊണ്ടൊന്നും കാര്യം നടക്കൂല എന്നർത്ഥം. ഒരു മന്ത്രം തട്ടും പുറത്ത് കയറി വിളിച്ചു പറഞ്ഞാലൊന്നും നടക്കുന്ന പരിപാടിയല്ല അത്. വാക്യത്തിന്റെ അർത്ഥനിശ്ചയം നടത്താൻ ഇതിന്റെ പരമ്പരയിലൂടെ പറഞ്ഞ രീതിയിൽ തന്നെ പോകണം.
അതിനു വേണ്ടിയാണ് നമ്മൾക്ക് ഇത്രയും ടെക്സ്റ്റ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. വിഷയം വളരെ ചെറുതാണെങ്കിലും വളരെ നിഗൂഢമായി പോയത് കൊണ്ട്. എന്തുകൊണ്ടാ? തന്റെ തന്നെ സ്വരൂപമാണ്. ആ സ്വരൂപത്തിൽ താൻ മനസ്സിലാക്കിയത് തലതിരിഞ്ഞു. അതുകൊണ്ടാണ് ഇതിന്റെ ഉൾവശത്തേക്ക് കയറാൻ പറ്റാത്തത്. മറ്റൊരു വസ്തുവിനെ കുറിച്ചല്ല, തന്റെ തന്നെ സ്വരൂപത്തെ കുറിച്ചാണ് പറയുന്നുള്ളൂ. പക്ഷെ തന്റെ സ്വരൂപത്തെ താൻ കരുതി വെച്ചത് മറ്റൊരു രീതിയിലായതുകൊണ്ട് അതിനെ എത്ര 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 ജന്മം കഴിഞ്ഞു അവിടെ എല്ലാം നമ്മൾ കരുതിയ തലതിരിഞ്ഞിട്ടാണ്. അവിടെയുള്ള തലതിരിവിനെ മാറ്റുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അധ്യാസം നടക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല ഇത് അധ്യസ്ഥമാണ് എന്നുള്ള കാര്യം. കയറിൽ സർപ്പത്തെ കാണുമ്പോഴും നമ്മൾ അറിയുന്നില്ല കയറ് വേറെ സർപ്പം പറയും. അങ്ങനെ മനസ്സിലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഭ്രമിക്കത്തില്ലായിരുന്നു. ഭ്രമിക്കുന്ന സ്ഥലത്ത് അവ തമ്മിലുള്ള ഭേദത്തെ അറിയാനും പറ്റത്തില്ല. പിന്നെ എന്തേ പറ്റത്തുള്ളൂ? ആരെങ്കിലും പറഞ്ഞു തരുന്നെങ്കിൽ, അതായത് നിങ്ങൾ അദ്വൈതശുദ്ധിയിലേക്ക് എത്തുന്ന സമയത്ത് സർപ്പഭ്രമ സ്ഥലത്ത് പോലും ശബ്ദത്തിൽ നിന്ന് ഭ്രമം മാറും എന്നുള്ള പ്രസംഗം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ചില മക്കളെ നമ്മൾ എവിടെയെങ്കിലും പൊക്കത്തെ വെച്ചിട്ട് ചാടിക്കോ എന്ന് പറഞ്ഞാൽ ചില മക്കൾ അന്നേരം ചാടും. അതെന്തുകൊണ്ടാ? പറയുന്ന ആളുടെ വിശ്വാസം കൊണ്ടാണ്. ചിലർ ചാടത്തില്ല. ഇതേപോലെ ആ കയറിൽ സർപ്പമില്ല എന്ന് അച്ഛനോ അമ്മയോ വളരെ സ്വന്തം ബന്ധക്കാര് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞിട്ട് അവനെ ആ കയറെടുത്തോണ്ട് വരും. ചിലർ പറഞ്ഞാൽ അത് ഒട്ടാക്കത്തില്ല. ഇതേപോലെ തന്നെയാണ് അദ്വൈത വേദാന്തത്തിന്റെയും കാര്യം. ഓക്കെ, രണ്ടുപേർക്കും ക്വാളിറ്റി വേണം എന്ന് പറഞ്ഞാല് പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് നല്ല നിശ്ചയം വേണം ഏതാണ് ഈ വസ്തു എന്നുള്ളത്. കേൾക്കുന്ന ആൾക്ക് ശബ്ദാർത്ഥ നിശ്ചയം നടത്താനുള്ള ശാസ്ത്രത്തിന്റെ ചുറ്റുവട്ടം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ശ്രുതിലിംഗ വാക്യാദികളിലൂടെ ശബ്ദാർത്ഥ നിർണയം നടത്തുമ്പോൾ അത്രയും ബുദ്ധിപരമായിട്ട് നമ്മൾ പ്രയത്നിച്ച് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ആ സമയത്ത് ശബ്ദം മാത്രമാണ് തന്റെ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ബോധത്തിന് കാരണമാവുന്നത്. അപ്പം ശ്രവണം എന്നുള്ളത് വിചാരത്തിന്റെ ഒരു അംഗം മാത്രമാണ്. ഈ ശ്രവണം എന്നുള്ളത് സകല വേദാന്ത വാക്യങ്ങളുടെ അർത്ഥനിശ്ചയമാണ്. ഈ സ്ഥലത്താണ് ഭാഷ്യകാരൻ ബൃഹദാരണ്യത്തിൽ പറയുന്നത് പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ചിലരെ, ഞാൻ പണ്ടൊരു ആശ്രമത്തിൽ പോയപ്പോൾ, ഞാൻ ഇതിന്റെ തുടക്കകാലത്താണ്, അപ്പം വന്ന് കയറിയത് വലിയൊരു പ്രസ്ഥാനമാണ് കേരളത്തില്. അപ്പൊ അവിടുത്തെ ബ്രഹ്മചാരി സംസാരിച്ച് പറഞ്ഞു, ഞാൻ ഇപ്പൊ എവിടെയാണ്, ഞാൻ ഇങ്ങനെ പഠിക്കാൻ പറഞ്ഞു. ഓ, പണ്ഡിതനാണോ ആവാൻ? ഞങ്ങൾക്ക് അതൊന്നുമല്ല, ഞങ്ങൾക്ക് സേവ ചെയ്താൽ തന്നെ മുക്തി കിട്ടും. ഓക്കെ, ഇതെന്തിനാ പറയുന്നേ? നമ്മളെ ശാസ്ത്രം പോകുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തായിരുന്നു പറയേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ പാണ്ഡിത്യം നിർവിദ്യ ബാലേന തിഷ്ടാസേത് എന്നുള്ള മന്ത്രമാണത്. ഭാഷ്യകാരൻ കൈകൊണ്ട് എഴുതിയൊന്നല്ലത്. അപ്പൊ അവിടെ പാണ്ഡിത്യം എന്നുള്ളതിനെ കുറിച്ച് ഭാഷ്യകാരൻ പറയും, ശാസ്ത്രത്തെ പിഴിഞ്ഞെടുത്ത് മനസ്സിലാക്കണമെങ്കിൽ അത്രയും കാലത്തെ പരിചയം വേണതില്. പരിചയം അത്രയും ഉള്ള ആള് പറഞ്ഞു കൊടുക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള സബോർഡിനേറ്റ് സയൻസും അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഈ സാധനം തലേ കയറത്തില്ല. എന്നിട്ടോ പാണ്ഡിത്യ നിർവിദ്യ ബാല്യന തിഷ്ടാസേ, ആ ബാല്യഭാവം എന്നുള്ളത് അന്യാകാര വൃത്തി ഇല്ലാതെ ബ്രഹ്മാകാര വൃത്തിയിൽ ഇരിക്കുന്നതാണ്. അന്നപ്പം തന്നെ എന്ത് പറ്റും? യുക്തിയും കൊണ്ടുവരണം. അതായത് ശ്രവണം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ നിന്നുള്ള അർത്ഥനിശ്ചയമാണ്. മനനം എന്ന് പറഞ്ഞാൽ യുക്തിയാലുള്ള അർത്ഥനിശ്ചയമാണ്. ഇത് രണ്ടും ചെയ്തവനാണ് അന്യാകാര വൃത്തി ഇല്ലാതെ ബ്രഹ്മാകാര വൃത്തിയിൽ ഇരിക്കേണ്ടത്. ഓക്കെ, പാണ്ഡിത്യ നിർവിദ്യ ബാല്യന തിഷ്ടാസേത് ബാല്യം ച പാണ്ഡിത്യ നിർവിദ്യ അഥ മുനി. മൗനഭാവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാകാര വൃത്തി നിരന്തരമായിട്ട് ഇരുത്തുക എന്നുള്ളതാണ്. ഈ ബ്രഹ്മാകാര വൃത്തി നിരന്തരമായിട്ടിരുന്നെങ്കിൽ ഇതെന്തിനു വേണ്ടിയാ? അതായത് പറയും, ശാസ്ത്രത്തിൽ സംശയമുണ്ട്. കാരണം ചില ഗുരുക്കന്മാർ പറയും യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്താൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം കിട്ടും. അപ്പയ്യ ദീക്ഷിതർ ഇന്നലത്തെ ചെറിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ള അവിടെ ശ്രവണത്തിൽ വിധി പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, ചിലര് പറയും ശ്രവണമല്ല ധ്യാനം ചെയ്യൂ അപ്പോൾ ജ്ഞാനം കിട്ടും, മക്കളെ പോകല്ലേ അവഴിക്ക് എന്ന് കാണിക്കാനാണ് വേദത്തില് ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസ്തവ്യ എന്ന് ശ്രവണത്തിൽ വിധി പറഞ്ഞത്. മറ്റൊരു വഴിയേക്കും പോകല്ലേ, ഈ വഴി നിന്നെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിൽ എത്തത്തുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഒന്ന്. രണ്ടാമത്തത്, അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് ജ്ഞാനം മാത്രമാണ്. ആ ജ്ഞാനം പ്രമാണത്തിൽ നിന്ന് ജനിക്കത്തുള്ളൂ. നിങ്ങളുടെ 6 ദർശനങ്ങളിൽ എവിടെയും പ്രമാണമായിട്ട് ധ്യാനത്തെ എടുത്തിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാ ധ്യാനം വഴി ജ്ഞാനം ഉണ്ടാവുന്നത്? ഇതൊന്നും കേവല യോഗികൾക്ക് ഇഷ്ടാവത്തില്ല. അവരുടക്കും. ഉടക്കിക്ക് പ്രശ്നമൊന്നുമില്ല.
മുടക്കിയാൽ ബുദ്ധിമുട്ടുന്നെങ്കിൽ ചർച്ചയ്ക്ക് വരാം. ഓക്കെ, ഇതെല്ലാം വളരെ സ്പഷ്ടമായിട്ട് ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തെ ആൾക്കാർക്ക് ഒരു ശാസ്ത്ര പരിചയമില്ല സംസാരിക്കുന്ന പോലെയല്ല. എത്രയോ കാലം മുന്നേയും എല്ലാ ശാസ്ത്രവും പരിചയമുള്ള ആൾക്കാർ, മഹാപണ്ഡിതന്മാര് പരസ്പരം കൊമ്പുകോർത്തതേ ഇതേ വിഷയത്തിൽ തന്നെയാണ്. അപ്പോൾ സംഭവം മഹാബുദ്ധിമാന്മാരായിരിക്കും. അപ്പോൾ പോലും അദ്വിതീയ വസ്തുവിന്റെ അപരോക്ഷാകാര വൃത്തി പോട്ടെ, ശാസ്ത്രത്തിൽ നിന്നുള്ള ശാസ്ത്രത്തെ ഉൾക്കൊള്ളുക എന്നുള്ളത് പോലും അവർക്ക് സമ്മതമല്ല. ഇതിന് കുറെ കാരണങ്ങളുണ്ട്. അതിൽ ഭീകരമായി പോകുന്നത് സ്വന്തം പക്ഷത്തെ സമർത്ഥിക്കാനുള്ള വ്യഗ്രതയാണ്. ഓക്കെ, അന്യമതത്തോടുള്ള ദ്വേഷം, സ്വമതത്തെ സ്ഥാപിക്കാനുള്ള ദുഷ്ടലാക്ക്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു കാലത്തും വേറൊരു ഗ്രന്ഥം പഠിക്കാൻ പറ്റത്തില്ല. നമ്മൾ യോഗസൂത്രം പഠിക്കുന്ന നേരം അവിടത്തെ കാര്യത്തെ സമർത്ഥിക്കുകയത്തുള്ളൂ. ഓക്കെ, ഒരു ടെക്സ്റ്റ് ഞാൻ എടുക്കുന്ന സമയത്ത് മിക്കവാറും സമയം അവിടുത്തെ കാര്യം സമർത്ഥിക്കും. പിന്നെ അതിന്റെ ഒരു ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിയാൽ എന്ത് വരും എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് തെറ്റാണ്, അദ്വൈത വേദാന്തത്തിലെ ശരി കാര്യം പറയത്തുള്ളൂ. ഇപ്പൊ എന്തിന് ന്യായം പഠിപ്പിക്കുമ്പോൾ പോലും ന്യായത്തിന് അനുകൂലമായിട്ട് സംസാരിക്കത്തുള്ളൂ. അവിടെ അനേക ജീവന്മാരുടെ വാദമാണ്, അത് ശരിയാണെന്ന് സമർത്ഥിക്കത്തുള്ളൂ. അപ്പൊ കുട്ടികൾ ചോദിക്കും അതെങ്ങനെ ഏകനായില്ല ജീവൻ. അപ്പൊ നമ്മൾ തിരിച്ചിട്ട് നൈയായികന്മാരുടെ യുക്തിയെ സമർത്ഥിച്ചെടുക്കത്തുള്ളൂ. അത് അവർക്കും എനിക്കും ഒരേപോലെ അറിയാം അദ്വിതീയ ബ്രഹ്മമേ ഉള്ളൂ എന്ന്. പക്ഷെ ഗ്രന്ഥം എടുക്കുന്ന സമയത്ത് പറയാൻ പറ്റുന്നിടത്തോളം നമ്മൾ ആ ഗ്രന്ഥവുമായിട്ട് കൂടെ നിൽക്കത്തുള്ളൂ. ठीक है, അതാണ് അതിന്റെ ശൈലി. അല്ലാതെങ്കിൽ പിന്നെ ഒറ്റ ഗ്രന്ഥം പഠിപ്പിച്ചാൽ പോരെ. അതായത് ഈ എന്താണ് നിങ്ങളുടെ പ്രസ്ഥാനത്രയം എന്ന് പറയത്തില്ലേ, 10 ഉപനിഷത്ത്. കാരണം ഭാഷ്യകാരൻ ഭാഷ്യം എഴുതിയ ഈ 3 ഘട്ടത്തെയാണ് നമ്മൾ പ്രസ്ഥാനത്രയം. ठीक है, പ്രസ്ഥാനാനാം ത്രയം പ്രസ്ഥാനത്രയം. അതാ പ്രസ്ഥാനം എന്ന് ഉദ്ദേശിച്ചതേ പ്രസ്ഥീയത അനേനതി പ്രസ്ഥാനം. ഏതിനാലാണോ നമുക്ക് ഗമിക്കാൻ പറ്റുന്നത്, അദ്വിതീയ ബോധം ഉണ്ടാക്കാൻ പറ്റുന്ന 3 മാർഗങ്ങളാണ്: ശ്രുതിപ്രസ്ഥാനം, സ്മൃതിപ്രസ്ഥാനം, ന്യായപ്രസ്ഥാനം എന്ന് പറയാം. ഈ ശ്രുതിപ്രസ്ഥാനത്തിൽപ്പെട്ട 10 എണ്ണത്തിൽ ഒന്നാണ് ഈ ഈശാവാസ്യോപനിഷത്ത്. പിന്നെ ഗീതയാണ് സ്മൃതി പ്രസ്ഥാനത്തിൽപ്പെട്ടത്. ഇപ്പൊ ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എവിടെയാണോ കർത്താവ് സ്മരിക്കപ്പെടുന്നത് അതാണ് സ്മൃതി. അതുകൊണ്ട് യോഗസൂത്രം, ബാക്കി എല്ലാ ദർശനങ്ങളും അവിടെ ഓരോരോ ആചാര്യന്മാരുടെയും പേരറിയാം. ठीक है, പതഞ്ജലിയുടേതാണ് യോഗസൂത്രം. ഇതിന്റെ മുന്നേ അങ്ങനത്തെ ഒരു ശാസ്ത്രശാഖയില്ല. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മസൂത്രം വ്യാസന്റേതല്ലേ, അതും സ്മൃതിയാവൂലേ? അത് ആ ഗ്രന്ഥസ്മൃതിയാണ്. ठीक है, പക്ഷെ അവിടെ അപ്പം പിന്നെ നിങ്ങൾ എന്തിനാണ് അതിനെ മാറ്റിവെച്ചത്? സ്മൃതിയിൽ വെച്ചാൽ പോരെ. ശ്രുതിയാണോ? അല്ല. കാരണം ശ്രുതി എന്നുള്ളത് ഈശാവാസ്യോപനിഷദാദികളെ നോക്കുമ്പോൾ ഇവിടെ ഗ്രന്ഥത്തിന്റെ കർത്താവ് സ്മരിക്കപ്പെടുന്നില്ല. അനാദിയാണ് ഈ ശബ്ദം. ഈശ്വരൻ ഓരോരോ സർഗത്തിലും, സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, ആ സൃഷ്ടികാലത്ത് എപ്രകാരം ജഗത്തിനെ സൃഷ്ടിച്ചോ അതേപോലെ ശബ്ദത്തെ സൃഷ്ടിച്ചെന്നേ ഉള്ളൂ. ശബ്ദസാഗരമാണ് ഇത്. ठीक है, പക്ഷേ എവിടെയാണ് ഈ ഗീതയിലും ബ്രഹ്മസൂത്രത്തിലുമായിട്ട് നിങ്ങളുടെ ശ്രുതി പ്രസ്ഥാനത്തിലൂടെയും സ്മൃതി പ്രസ്ഥാനത്തിലൂടെയും വേണ്ട, സ്മൃതി പ്രസ്ഥാനത്തിലൂടെ അല്ല, സ്മൃതിയെ വിട്. ശ്രുതി പ്രസ്ഥാനത്തിലൂടെ എന്ന് പറഞ്ഞാല് 10 ഉപനിഷത്തിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ നിശ്ചയം ചെയ്യാൻ വേണ്ടിയാണ് ബ്രഹ്മസൂത്രം വന്നത്. അതുകൊണ്ടാണ് ഇതിനെ ന്യായപ്രസ്ഥാനം എന്ന് പറയുന്നത്. ठीक है, ഇങ്ങനെയുള്ള 3 ഗ്രന്ഥത്തിലൂടെ പോയാലും അപ്പോഴും നമുക്ക് സ്പഷ്ടത ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അതെന്തുകൊണ്ടാ? ഇതിനുശേഷം നിങ്ങളുടെ ശതദൂഷണി എന്നൊരു ഗ്രന്ഥമുണ്ട്. ठीक है, വേദാന്ത വെങ്കിടദേശികരുടെ ഗ്രന്ഥമാണ് ഈ ശതദൂഷണി. 100, പക്ഷെ 100 ദൂഷണമില്ല, 66 ദൂഷണങ്ങൾ മറ്റുമാണ് അവിടെ എഴുതിയത്. അതായത് ആ വേദാന്തം നിങ്ങൾ എങ്ങനെയൊക്കെ പഠിച്ചെടുത്താലും ഈ ഒരു സംശയം വരാം. ആ സംശയം തന്നെയാണ് അവർ ഉന്നയിച്ചതും. ठीक है, അതിന് ശേഷമാണ് മാധ്വ സമ്പ്രദായത്തിൽപ്പെട്ടിരിക്കുന്ന ആചാര്യൻ ന്യായാമൃതം എഴുതുന്നത്. ठीक है, വ്യാസതീർത്ഥന്റെ ന്യായാമൃതത്തില് ഈ ശതദൂഷണിയുടെ വ്യാഖ്യാനമാണ്. ഈ 2 ഗ്രന്ഥങ്ങളും വന്ന ഒരു കാലത്ത് അദ്വൈത വേദാന്തം വളരെ പിറകോട്ട് പോയിരുന്നു. കാരണം ഈ ദർശന ഗ്രന്ഥങ്ങൾ ഓരോരുത്തരും സ്വന്തം ബുദ്ധി സാമർത്ഥ്യത്തിനനുസരിച്ച് എഴുതി തീർത്താല്
അതിനെ അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയം മറ്റൊരു ശാസ്ത്രശാഖയ്ക്കുണ്ട്. ഇതിന്റെയും ഖണ്ഡനമാണ് നിങ്ങളുടെ അദ്വൈത സിദ്ധിയിൽ വരുന്നത്. അതുകൊണ്ട് അദ്വൈത സിദ്ധി പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ശാങ്കര വേദാന്തത്തിൽ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് നിജപ്പെടത്തുള്ളൂ. ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത്രയും ദൂരം പോകണം. അപ്പൊ നമ്മൾക്ക് ഈ പ്രസ്ഥാനത്രയം കഴിഞ്ഞിട്ടും പിന്നെയുമുള്ള ഗ്രന്ഥം, ആ 3 ഗ്രന്ഥത്തെ നമ്മൾ ബൃഹത് പ്രസ്ഥാനത്രയത്തിലിരിക്കും. ഖണ്ഡന ഖണ്ഡകാദ്യം, അദ്വൈത സിദ്ധി, ചിത്സുഖി എന്ന് പറയും. ചിത്സുഖി എന്നുള്ള ചിത്സുഖ ആചാര്യന്റെ പുസ്തകമാണ്. അതിന് തത്വപ്രദീപിക എന്നൊരു വേറെ പേരുണ്ട്. ഇതുകൊണ്ട് തീരൂല. പിന്നെയും ഇതിനേക്കാൾ ടോപ്പ് ഓർഡർ പുസ്തകങ്ങൾ ഇനിയും വരും. ഇതിനെയൊക്കെ നമ്മൾ പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറയും. ഈ ഗ്രന്ഥം ഏതാണ്? ഇത് ശാസ്ത്രമാണ്. ശാസ്ത്രവും പ്രകരണവും തമ്മിൽ വ്യത്യാസം എന്താണ്? ഒരു ശാസ്ത്ര ഗ്രന്ഥത്തില് സകല കാര്യങ്ങൾ അവതരിപ്പിക്കും. ഏകപ്രയോജന ഉപനിബദ്ധം അശേഷാർത്ഥ പ്രതിപാദകം ശാസ്ത്രം. ഒരു പ്രയോജനത്തിന് ഉപകരിക്കുന്ന സകല കാര്യത്തെയും എവിടെയാണോ പ്രതിപാദിക്കുന്നത് ആ ഗ്രന്ഥമാണ് ശാസ്ത്രഗ്രന്ഥം. ഓക്കെ, ഇതിന്റെ ഏകദേശം മാത്രം പ്രതിപാദിക്കുമ്പോഴാണ് പ്രകരണമാവുന്നത്. ശാസ്ത്ര ഏകദേശ സംബദ്ധം ശാസ്ത്ര കാര്യാന്തരേ സ്ഥിതം ആഹുഹു പ്രകരണം നാമ ഗ്രന്ഥഭേദ വിപശ്ചിത. ഗ്രന്ഥത്തിന്റെ വിഭാഗത്തെ അറിയുന്നവർ പറയുന്നത് ശാസ്ത്രത്തിൽ പെട്ടിരിക്കുന്ന കാര്യത്തെ സംസാരിക്കുകയും പക്ഷെ ആ ശാസ്ത്രത്തിന്റെ ഏകദേശത്തെ മാത്രം സംസാരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രകരണം എന്ന് പറയും. ഈ ഗ്രന്ഥം പ്രകരണമല്ല, ഇത് ശാസ്ത്രമാണ്. ഇതിൽ തന്നെ എന്തുണ്ട്? ഭാഷ്യമുണ്ട്, ടീക്കയുണ്ട്. ഈ ഭാഷ്യത്തിന് എന്താണ് അർത്ഥം? മന്ത്രാർത്ഥോ വർണ്ണിതയത്ര ശ്ലോകേഹി വാക്യേഹി മന്ത്രാനുസാരിഭിഹി സ്വവാക്യാനിച്ച വ്യാജഷ്ടേ ഭാഷ്യം എന്താണ്? ഭാഷ്യം ഭാഷ്യവിദോ വിദുഹു. ഇതിനെയാണ് നമ്മൾ ഭാഷ്യം എന്ന് പറയുന്നത്. ഇതിനെ വേറെയും ഒരു ഇത് പറയും, സൂത്രാർത്ഥോ വർണ്ണതയത്ര എന്നുണ്ട്. കാരണം സൂത്രത്തിനും ഭാഷ്യമുണ്ട്, മന്ത്രത്തിനും ഭാഷ്യമുണ്ട്. എവിടെയാണോ, ഏത് ഗ്രന്ഥത്തിലാണോ സൂത്രത്തെ വ്യാഖ്യാനിക്കുന്നത് അതേപോലെ മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്നത്. ഈ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദങ്ങളുടെ വേറെ പര്യായ പദവും കൊണ്ടുവെക്കും. ഭാഷ്യത്തിന്റെ ശൈലി അതാണ്. സ്വപദാനിജ വ്യാജഷ്ട എന്ന് പറയും. ഇതിനെയാണ് ഭാഷ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങളുടെ ഈ ഗ്രന്ഥത്തില് മന്ത്രം കാണാം. വൈദിക മന്ത്രങ്ങള്. ഈ മന്ത്രങ്ങള് വൈദികമായതുകൊണ്ട് തന്നെ എന്താണ്? അതിനൊരു കർത്താവില്ല. കർത്താവില്ല അതെങ്ങനെ ഉണ്ടായി? അതായത് കർത്ത എന്ന് ഉദ്ദേശിച്ചതേ ബോധപൂർവമായിരിക്കുന്ന ഒരു സൃഷ്ടി നടക്കുമ്പോൾ മാത്രമേ അവിടെ കർത്താവ് എന്ന് പറയാൻ പാടുള്ളൂ. അപ്പൊ എന്താ, ഈശ്വരൻ ബോധപൂർവമായിട്ട് സൃഷ്ടിച്ചല്ലേ? അങ്ങനെയല്ല. അതായത് ഇപ്പൊ സാഖ്യത്തെ എഴുതുകയാണെങ്കിൽ സാഖ്യസൂത്രം അത് സാഖ്യകാരന്റെ ബുദ്ധിക്ക് അനുസരിച്ചുണ്ടായതാണ്. ഓക്കെ, കപിലന്റെ ബുദ്ധി സാമർത്ഥ്യം അവിടെ ഉണ്ടാവും. പതഞ്ജലിയുടെ ബുദ്ധി സാമർത്ഥ്യം യോഗത്തിൽ ഉണ്ടാവും. എന്ന് പറയുന്നത് അർത്ഥം ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെ പോരായ്മ അല്ലെങ്കിൽ ആധിക്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു ബയാസ് ഉണ്ടെങ്കിൽ അത് അവിടെ കാണാൻ പറ്റും. അതെന്താ, എവിടെ അങ്ങനെയൊന്നും ഇല്ലേ? ഇല്ല. അതെന്തുകൊണ്ടാ? ഇത് അനാദിയായിരിക്കുന്ന ശബ്ദമാണ്. അതുകൊണ്ട് സ്വന്തം ബുദ്ധിപൂർവമായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ലത്. എന്ന് പറഞ്ഞാല് സൃഷ്ടികാലത്ത് ഈ ശബ്ദസാഗരങ്ങൾ വരുന്നു, പ്രളയകാലത്ത് ഇതെല്ലാം അവ്യക്താവസ്ഥയിലേക്ക് പോകും. ഇവിടെ സൃഷ്ടിയില് വ്യക്താവ്യക്ത ഭാവങ്ങൾ വരിക എന്നല്ലാതെ പുതിയൊരു സൃഷ്ടി മാനിക്കുന്നില്ല. അത് സാഖ്യനും യോഗത്തിനും വേദാന്തിക്ക് സമാനമാണ്. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. സാഖ്യയോഗത്തില് അത് സത്താണ്, വേദാന്തിക്ക് സത്താണ്. അല്ല, നിങ്ങൾ രണ്ട് സ്ഥലത്ത് സത്തം എന്നല്ല പറയുന്നത്. അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ അനിർവചനീയമായിരിക്കും സത്താണ്, അവിടെ പാരമാർത്ഥികമായിരിക്കും സത്താണ്. അപ്പോൾ എന്താ നിർവചനീയം, എന്താണ് അവാച്യം? ഇതൊക്കെ നമുക്ക് ഇനി നാളെ മുതൽക്ക് കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈവല്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാമിജി അർത്ഥം? കൈവല്യം മോക്ഷം. കേവലസ്യ ഭാവം കൈവല്യം എന്ന് പറയും. കേവലം എന്ന് പറഞ്ഞാൽ ഏകം. ഏകനാരാ? സ്വരൂപം മാത്രം. തുല്യമായിട്ട് അവിദ്യ പോലും ഇരിക്കത്തില്ല.
രജു സർപ്പന്യായം പറഞ്ഞു. ആ ആ ന്യായങ്ങളെ പറ്റി കൂടുതൽ വേറെ ന്യായങ്ങളുണ്ടല്ലോ കണ്ട അങ്ങനെയല്ല. അത് ന്യായം എന്ന് പറഞ്ഞത് പല അർത്ഥത്തിൽ ന്യായ ശബ്ദ പ്രയോഗം നടത്തി. ആ ന്യായം ഈ എന്താണ് കാകതാളി ന്യായം അങ്ങനത്തെ സാധനമല്ല ഇത്. ഇവിടെ കയറിൽ എപ്രകാരം സർപ്പം ഇരിക്കുന്നുവോ അപ്രകാരം മാത്രമാണ് ജഗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് രജു സർപ്പന്യായം എന്ന് പറയുന്നുള്ളൂ. ഇവിടെ അങ്ങനെ പറയുന്നത് പറയും ശുക്തി രജതന്യായം എന്നൊക്കെ പറയും. അപ്പൊ ശുക്തിയിലെ രജതം പോലെ എന്നേ അതിനർത്ഥമുള്ളൂ. അത് നിങ്ങൾക്ക് ഗ്രന്ഥപരിചയം കൊണ്ട് വന്നു കയറുന്നത് എവിടെയാ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ആത്മാവ് എന്നുള്ളത് പറയുന്നതിനെ പറ്റി എന്താണ് സ്വാമിജി? ആത്മാവ് അത് ഒഴിവായിക്കളാം. ആത്മാ എന്ന് പറഞ്ഞാൽ മതി. സംസ്കൃതത്തില് ആത്മാ, അതെ, പലരോടും ആത്മാവ്, മലയാളം ആത്മാ. കേറി വരുന്ന രാജാവാവും, ആത്മാവാവും. ആത്മാ അതായത് ആത്മാ ഒരിക്കലും പറയരുത്. ആത്മാ. കാരണം ലകാരം വരില്ല അവിടെ, ആ, അകാരമാണ്. ആത്മാ, ആത്മൻ പ്രാതിപതികമാണത്. അതല്ലേ പുല്ലിംഗമാണ്. ആത്മാ, ആത്മാനോ, ആത്മാനഹ. എന്താ സംശയം ചോദിച്ചോ? ആത്മാ എന്ന് പറഞ്ഞാല് ആത്മാ എന്ന് പറഞ്ഞതിന്റെ എന്താണ് നിങ്ങളെ ചോദ്യം മൊത്തം വരട്ടെ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ആത്മാ എന്ന് നമ്മളിപ്പോ ആത്മാ എന്ന് പറയുന്ന സമയത്ത് അവനവൻ എന്നുള്ളതാണോ അർത്ഥാക്കുന്നത്, അല്ലെ അവനവൻ എന്ന ജീവൻ എന്നുള്ളതാണോ അർത്ഥാക്കുന്നത്? ആത്മാ എന്ന് പറയുമ്പോ അത് നമ്മളിപ്പോ എപ്പോഴും സ്വതവേ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. ആത്മാ, ആത്മാ, ആത്മാ. ആത്മാ എന്ന് പറയുന്ന സമയത്ത് അതിനെപ്പറ്റി ഒരു നിർവചനം നമുക്ക്, അല്ലെങ്കിൽ ഒരു വ്യാകരണം നമ്മൾ പറയുന്ന സമയത്ത് ആത്മാ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? എന്താണ് ഈ ആത്മാ? പ്രശ്നമൊന്നുമില്ല. ആത്മാ എന്ന് പറഞ്ഞാൽ സ്വരൂപം എന്നേ അർത്ഥമുള്ളൂ. ഘടത്തിന്റെ ആത്മാ മൃത്ത് എന്ന് പറഞ്ഞാൽ ഘടത്തിന്റെ സ്വരൂപം എന്ന അർത്ഥം. തന്റെ ആത്മ എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപം എന്ന അർത്ഥം. താൻ വേറെയും തന്റെ ആത്മാവ് വേറെയല്ല. തന്റെ ആത്മാ ജീവനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവൻ തന്നെയല്ലേ ഇപ്പോൾ തന്റെ ആത്മാ എന്ന് പറയുന്നത്. അല്ലാണ്ട് ജീവൻ വേറെയും പറയുന്ന ആള് വേറെ. ആത്മസമർപ്പണം, ആത്മസന്തോഷം എന്നൊക്കെ നമ്മൾ പറയല്ലോ. അത് തന്നെ തന്നെ സമർപ്പിക്കുന്നു, തനിക്കുള്ള സന്തോഷം എന്നൊക്കെ അർത്ഥമുള്ളൂ. പല സ്ഥലത്ത് വ്യഭിചരിതമായിരിക്കുന്ന അർത്ഥങ്ങളും വരും. തലത്തിലല്ലേ സ്വാമി ആത്മ എന്നുള്ള ഉപയോഗിച്ച്? രണ്ട് തലത്തിലല്ലേ? ആത്മസമർപ്പണം എന്നുള്ളത് ഒരു വ്യാവഹാരിക തലത്തിൽ വരുന്ന സാധനവും മറ്റേത് ആത്മാ ശബ്ദത്തിന് പല അർത്ഥമുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് ഇതല്ല ഞങ്ങൾ ഒരേ അർത്ഥത്തിൽ എടുക്കുന്നൊന്നും പറയാൻ നടക്കത്തില്ല. അതുകൊണ്ടാണ് കുറെ കാലത്തെ ശാസ്ത്രത്തിന്റെ പരിചയം വേണമെന്ന് പറയുന്നത്. കേട്ട് 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 വന്നോളൂ. അതുകൊണ്ടാ പറഞ്ഞത് കുറെ കാലം കേൾക്കുക, പലരിൽ നിന്ന് കേൾക്കുക. ബഹുബി ശ്രോതവ്യം ബഹുധാ ശ്രോതവ്യം എന്ന് പറയും. പക്ഷെ കേൾക്കുന്നവരെ ശ്രദ്ധിക്കണം. ഈ ഒരാളുടെ സ്പീച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് കേൾക്കുമ്പോഴേക്കും അറിയാം ഇത് എവിടെ കുറിച്ച് കേട്ടോ. അപ്പോൾ സ്റ്റഫുള്ള കാര്യം കേൾക്കാവും. അതെങ്ങനെ സ്റ്റഫ് മനസ്സിലാവുക? അത് കാലം കൊണ്ട് മനസ്സിലാവും ഇതെങ്ങനെ പോകുന്നുള്ളത്. നമ്മൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ നന്നായിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അവരുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കി പോവുക. ശ്രുതി അപൗരുഷേയമാണ്. അതല്ലേ കർത്താവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്? അതായത് അതെ തന്നെ സാധനം. കാരണം കർത്തൃത്വബോധ നിരാകരണം അതല്ലല്ലോ. അങ്ങനെ കർത്തൃത്വബോധം ഇല്ലാണ്ടാക്കണ അവസ്ഥയിൽ പറ്റി അതല്ല ഇത്. കർത്തൃത്വബോധം ഇല്ലാതാക്കേണ്ടത് ജീവനാണ്. ജീവൻ ശരിക്കും എനിക്ക് കർത്തൃത്വബോധമില്ലേ? അങ്ങനെയല്ല. ജീവൻ അതായത് എവിടെയാ കർമ്മം ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ അതെന്തുകൊണ്ടാ? ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ബുദ്ധി ഉണ്ടെങ്കിൽ എനിക്കത് ഫലം കിട്ടും. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്തിനാ? എനിക്ക് ഫലം കിട്ടാനാ. അപ്പോ അയ്യോ ഫലം വേണ്ടേ എന്ന് വിചാരിച്ചു നേരം അവൻ ഇത്രയും കാര്യം കേട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടിട്ടുണ്ട്. നീ നിനക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നു, നിനക്ക് ആ ഫലം അനുഭവിക്കണം എന്നുള്ള സ്ഥലത്ത് കർത്തൃത്വം നിലനിൽക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് ഈ ഫലം വേണം, കർത്തൃത്വം എനിക്കില്ലട്ടോ, ഇത് രണ്ടും കൂടി ഒക്കത്തില്ല. അപ്പൊ കർത്തൃത്വം ഇല്ല എന്നുള്ളത് ഒരു സങ്കല്പമൊന്നല്ല. എനിക്ക് ഈ ഫലം വേണ്ട, ഇത് ഈശ്വരനായിട്ട് ഇരിക്കട്ടെ എന്ന്. ഈ ഒരു കാര്യത്തെ ഗീതയിൽ വ്യാഖ്യാനിക്കുന്ന സമയത്ത് പൂർവപക്ഷി ചോദിക്കുന്നുണ്ട്. അതായത് രണ്ടാമത്തെ ഒരു ഘട്ടം, ഫലത്തിൽ ഇച്ഛ വെക്കേണ്ട, അതേപോലെ കർത്തൃത്വം നിനക്ക് ഉണ്ടാവാനും പാടില്ല. അങ്ങനെ ഇരിക്കുന്ന കർത്തൃത്വ ശൂന്യമായിട്ടിരിക്കുന്ന വ്യക്തി ചെയ്യുന്ന കർമ്മം അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലമാണ് അന്ധക്കരണ ശുദ്ധി എന്ന് പറയും. അന്നപ്പോൾ പൂർവപക്ഷി ചോദിക്കും, അങ്ങനെയാണെങ്കിലേ എന്റെ അന്ധക്കരണം ശുദ്ധമാവട്ടെ എന്നുള്ള ഇച്ഛയോടുകൂടി ഞാൻ കർമ്മം ചെയ്താൽ എന്താ ബുദ്ധിമുട്ട്? അന്നേരം പറയും വേണ്ട, അതും ചെയ്യരുത്. പക്ഷെ അതിനവിടെ എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടില്ല. അതെന്താന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഒരു ഇച്ഛ ജനിച്ചാൽ ബാക്കി ഇച്ഛകളൊക്കെ പിന്നെ വന്നോളും. അതുകൊണ്ട് ഇത് കടക്കിലെ വെട്ടിയതാണ്. നീ അതിനെപ്പറ്റി ചിന്തിക്കണ്ട, നീ നിന്റെ കർത്തവ്യം ചെയ്യുക എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മൾ വന്ന് പെടുന്നത് ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാല് നമ്മളുടെ മുന്നിൽ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത കർമ്മത്തിന്റെ ചെയ്തിലും വന്ന് നിർത്തും. ഒരു ഗൃഹസ്ഥന് അവൻ സന്യസിക്കാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ പോലും അവന്റെ കർത്തവ്യങ്ങൾ അവനെ വിട്ടുമാറുമോ?
ഇല്ല ഞാനത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പരിപാടിയാണോ? അല്ല, അത് പക്ഷെ നിഷ്കാമ കർമ്മത്തിന്റെ അല്ലേ? ഈ നിഷ്കാമം എന്ന് പറഞ്ഞാൽ കർത്തൃബോധം നിഷ്കാമം എന്ന് പറഞ്ഞാല് കാമം ഇല്ലാതെ പ്രവൃത്തി ചെയ്യാം. കാമം ഇല്ലാതെ പിന്നെ എങ്ങനെ കർമ്മം ചെയ്യും? അത് എന്റെ പ്രവൃത്തിയാന്നുള്ള ബോധം കൊണ്ട് മാത്രം. അപ്പം പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അറിയാലോ എന്റെ നിയോഗം. കർത്തവ്യമാണെന്നുള്ളത്. അപ്പൊ തന്റെ കർത്തവ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഉം. ശരി, അതായത് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് കർമ്മം ചെയ്തില്ലെങ്കിൽ പ്രത്യേകമായി നേരിടുന്നുണ്ട്. ഉം. അപ്പൊ ആ കർമ്മം ചെയ്യുന്ന സമയത്ത് തന്നെയാണ് കർത്തൃത്വം ഇല്ലാതെ ചെയ്യുന്നതെന്ന് പറയും. ഇതിന്റെ ഫലം എനിക്ക് വേണ്ട, ശാസ്ത്രത്തിൽ പറഞ്ഞത് കൊണ്ട് മാത്രം ചെയ്യുന്നു അല്ല, എന്നുള്ള അത് അറിവോട് ഇത് ഞാനാണ് ചെയ്തത്, ഈ കർമ്മം ചെയ്തത് ഞാനാണെന്നുള്ള ബോധമല്ലേ കർത്തൃത്വ ബോധം? അതില്ലാതെ കർമ്മം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതില്ലാതെ കർമ്മം അതില്ലാതെ പിന്നെന്താ? കർമ്മം ചെയ്യും. നിങ്ങൾ ഗ്രൗണ്ടിൽ വെറുതെ ആകാശത്ത് ഓടിയിട്ട് കാര്യമൊന്നുമില്ല, ഗ്രൗണ്ടിൽ നിൽക്കാൻ ശ്രമിക്കും. ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കുക. അതാണ് മലയാളികൾക്ക് വെറും ശബ്ദം കൊണ്ടുള്ള കോലാഹലമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് എവിടെ നിന്ന് പഠിക്കത്തില്ലല്ലോ, വേച്ച് താകും. ഓക്കെ, എന്താന്ന് സംഭവം അവിടെ അവർ പറഞ്ഞിരുന്ന മനസ്സിലാക്കുക. നമ്മൾ ഞാൻ തന്നെയാ ചെയ്യുന്നത്, പക്ഷെ എനിക്ക് ഫലം വേണ്ട. അവിടെയാണ് ചോദിക്കുന്നത്, എന്നാ പിന്നെ അന്ധകരണത്തിന്റെ ശുദ്ധിയെങ്കിലും ഞാൻ ആഗ്രഹിച്ചോട്ടെ. അവിടെ പറഞ്ഞ അതും വേണ്ട. ഉം. ഈ അദ്വൈത വേദാന്ത അത്ര സിമ്പിൾ അല്ല. ഓരോ ചെറിയ ചെറിയ കാര്യത്തിൽ പോലും പ്രശ്നം പരിവട്ടം വരും. സ്വാമിജി, ഗുരുവും അധ്യാപകനും വേറെ വേറെയാണോ? നിങ്ങളെ പഠിപ്പിച്ച അങ്ങനെ നിങ്ങൾ ഗുരു എന്ന് വിളിക്കോ അധ്യാപകൻ എന്ന് വിളിക്കോ? സ്കൂളിൽ പഠിപ്പിച്ച ആളെ അധ്യാപകൻ എന്ന് പറയുന്ന സമയത്ത് അധ്യാപകന്റെ ഗുരു വേറെയാണ്, അധ്യാപകൻ വേറെയാണ് എന്ന് ഇങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഗുരു കളരി അധ്യാപകൻ ഗുരു അധ്യാപകൻ എന്നാണ് വിളിക്കാറ്. കളരി ഗുരുവിനെ ലോക്കൽ പ്രയോഗം നടത്തട്ടെ, ഞാൻ മനസ്സിലാക്കി. അതെ, കളരി ഗുരു എന്ന് പറയും. പക്ഷെ നമ്മൾ പറയുന്നത് ഒരു ഗുരുക്കൾ എന്നാണ് അതിന്റെ ബോർഡ് എഴുതുന്നത് പോലും. ഇന്ന് അമുക്ക് ഗുരു എന്നാണ് ഉണ്ടാവുക. ആ ഗുരുക്കള് അങ്ങനെ നിങ്ങളുടെ കണക്ക് മാഷ കൂടിയാണ്. എന്ത് വിളിക്കും? കണക്ക് മാഷേ, ഗുരുക്കളെ. അതായത് ഓരോരോ കാലത്ത് വിളിച്ചത് മാത്രം. ഓക്കേ, അതായത് ചിലർ പറയും അതെന്റെ ഗുരു അല്ല. അതായത് മന്ത്രം കൊടുക്കുന്ന ഗുരു നിങ്ങൾക്ക് എവിടെയാ ചില ഗ്രന്ഥങ്ങളിൽ കാണാം. ഗുരു, അതേപോലെ ഗുരുവിന്റെ ഗുരു, ഗുരുവിന്റെയും ഗുരു, ഇവരുടെയൊക്കെ നമസ്കാരം കാണാം ചില സ്ഥലത്ത്. ഓക്കേ, അപ്പൊ ചിലര് മന്ത്രം കൊടുത്തായിരിക്കും, അവരും ഗുരുവാണ്. ചിലര് വിദ്യാഗുരു ആയിരിക്കും, അതും ഗുരുവാണ്. ചിലര് ദീക്ഷാ ഗുരു ആയിരിക്കും, അവരും ഗുരുവാണ്. അപ്പോൾ ദീക്ഷാഗുരു എങ്ങനെ ഗുരുവായി? ദീക്ഷാഗുരു എടുത്ത് ഒരു അക്ഷരം പഠിച്ചിട്ടില്ലല്ലോ. ഓക്കെ, അതായത് ഗുരുക്കന്മാര് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണെന്നല്ല, ചിലർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സാമർത്ഥ്യം ഉണ്ടാകത്തില്ല. പക്ഷേ പ്രസ്ഥാനത്തെ അവർ ചിലപ്പോൾ നിയന്ത്രിക്കും. കുറെ ശിഷ്യന്മാരുണ്ടാവും. ഓക്കെ, ഒന്നുകില് ധനം വേണം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ആ ശിഷ്യന്മാരെ പാർപ്പിക്കാനുള്ള ഇടം വേണം. കാരണം ചിറക് മുളയ്ക്കാത്ത പക്ഷിക്ക് പറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ അധ്യയനം നടക്കാത്തവൻ പിന്നെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് എവിടത്തെ പോവുക? ഈ കാട്ടായമല്ല ഈ സന്യാസം എന്നറിയാലോ. അതായത് പഠിച്ചെടുക്കാതെ കറങ്ങാൻ നടന്നിട്ട് പരിവ്രജനം നടക്കുന്നതിന് വെറുതെ ജീവിതം തീർക്കാനല്ലാതെ ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനമില്ല. പഠിച്ചെടുത്തവൻ തലയിൽ സാധനം ഉണ്ടെങ്കിൽ അവൻ പിന്നെ വിട്ടിറങ്ങിയാല് അവന് പിന്നെ എവിടെയെങ്കിലും ചിന്ത വേണ്ടേ? അപ്പം പിന്നെ ബ്രഹ്മാകാര വൃത്തിയിൽ മാത്രമായിരിക്കും. അപ്പം ഒന്നുകിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാമർത്ഥ്യം വേണം, അല്ലെങ്കിൽ ഇടം വേണം. ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാര്, ഞാൻ ഗ്രൗണ്ടിൽ പറയുന്നത് പറഞ്ഞാല്, നമ്മളൊരു മലയാളി ആട്ടോ, ഒരു ബ്രഹ്മചാരി, ഗുരുവും മലയാളി. അപ്പം ഗുരു ഇടയ്ക്കൊക്കെ ഋഷിയേഷിൽ വരും. അപ്പം ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഇത് 10 എണ്ണം, ബ്രേസ്ലെറ്റ് ഒരു 10 എണ്ണം, ഈ മാല ഒരു 10 എണ്ണം. ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? 10, 10, 20 പൈസ കൊടുക്കണ്ടേ? ഇല്ല, അത് ശിഷ്യന്റെ കർത്തവ്യമാണ്, വാങ്ങിക്കൊണ്ട് കൊടുക്കുക. ചിലരങ്ങനെയല്ല, ശിഷ്യന്മാരെ നോക്കും. ഓക്കെ, അപ്പൊ ഒന്നുകില് ഈ ശിഷ്യന് വേണ്ട വ്യവസ്ഥ ചെയ്ത് കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റണം. ഇത് രണ്ടും ഇല്ലാത്ത നിങ്ങൾ എന്തിനാണ് ഗുരു ആവാൻ ചമഞ്ഞത്? നിങ്ങൾക്ക് ഇത്രയും ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തെ സ്ഥാനം കിട്ടും വിചാരിച്ചിട്ടോ? അവസാന കക്ഷി സൂയിസൈഡ് എന്നുള്ളതാണ്. ഓക്കെ, അതിനെടുത്ത ഇതിനു കൊണ്ടല്ല കേട്ടോ, ഞാനതിന്റെ കാര്യം പറഞ്ഞതാണ്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നവനാണത്. ഞാനിതൊക്കെ പറയുന്നത് ഈ പ്രസ്ഥാനത്തിലുള്ള നമ്മൾ ഈ ഗുരുക്കന്മാരെന്നൊക്കെ നിങ്ങൾ പേരിട്ട് വിളിച്ചാലും നിങ്ങളല്ല, ഞങ്ങളൊക്കെ ഇതിന്റെ അടുത്ത് കാണുന്നതല്ലേ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ വിളിയല്ല വിഷയം, ഒരു വ്യക്തിയാണ് വിഷയം. അവിടെ വ്യക്തിക്ക് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഒന്നുകിൽ സ്ഥാനം കൊടുക്കാൻ അവനെ വളർത്താൻ പറ്റണം, അല്ലെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കാനുള്ള ബോധം ഇവരുണ്ടായിരിക്കണം. ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാർ ഗുരുക്കന്മാരെ കഴിഞ്ഞാൽ നാശമേ ഉണ്ടാകത്തുള്ളൂ. പേരിന് ഗുരുവായിരിക്കും, നിങ്ങളൊന്ന് അവരെ ഗുരു എന്നല്ല വിളിക്കുക. ബ്രഹ്മാണ്ഡ ഗുരു, സദ്ഗുരു എന്ന് പേരിട്ട് വിളിച്ചിട്ട് ശിഷ്യൻ എന്ത് കിട്ടിയെന്ന് പറ? ശിഷ്യനും ഗുരുവും മാത്രം അറിയുന്ന കുറെ വ്യവസ്ഥകളാ.
ഓക്കെ. ആശ്രമം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ നെറ്റിലൂടെ വരും ഫ്രോഡ് ശിഷ്യനെ ഞാൻ പുറത്താക്കി. അതെങ്ങനെ അവൻ അന്ന് ഫ്രോഡായത്? അതുവരെ ആശ്രമത്തിന് ഉപകരിച്ചിരുന്നല്ലോ. അപ്പം ഈ ജാതി പരിപാടി നടക്കത്തില്ല. നിങ്ങൾക്ക് ഗുരുവിനെ ഗുരു എന്ന് വിളിക്കാം. ഓക്കെ. ഇല്ല, അത് അധ്യാപകനാണ്. അധ്യാപകൻ തന്നെയാണ് ഗുരു. ഞങ്ങളെ കൂടെ ഒരുത്തനുണ്ടായിരുന്നു പണ്ട്. അതായത് നമ്മുടെ ഗുരുപൂർണിമയുടെ ദിവസേ കക്ഷി ഞങ്ങളെ പഠിപ്പിക്കുന്ന ആൾക്ക് ഒരു തിരിയും കാണിച്ചിട്ട് ഓടും. എങ്ങോട്ട്? ആരിടത്തിനാണോ പഠിക്കാത്തത് അങ്ങേരെ കാണാൻ വേണ്ടി ഹരിദ്വാറിലേക്ക് ഓടും, ഋഷികേശൻ. എന്താ പ്രശ്നം? അങ്ങേര് വരുമ്പോഴേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഒരു മേളമാണ് എന്ന് പറഞ്ഞാൽ കക്ഷിക്ക് ആൾക്കാരുടെ ആരെയാണോ കാണാൻ പോയത് ആ ഗുരുവിന് ആൾക്കാരെടുത്ത് പേരെടുക്കാൻ പറ്റുന്ന രീതിയിൽ വ്യവഹരിക്കാൻ അറിയാം. അതുകൊണ്ട് അങ്ങേർക്ക് പേരുണ്ട്. പേരുള്ള ആൾക്കാരല്ലല്ലോ. താൻ എവിടുന്ന് പഠിച്ചു തന്നെ ഒരാൾ പൊക്കിക്കൊണ്ട് വരികയാണ്. ഓക്കെ. അവിടെ നിൽക്കാൻ പറ്റാതെ അങ്ങേര് പോയത് വേറെ സ്ഥലത്തേക്ക്. അപ്പൊ നമ്മളുടെ മാനസിക പ്രശ്നമാണ്. നമ്മളാണ് മാർക്കിടുന്നത്. ഈ ഗുരുവിന് ഇത്ര പോയിന്റ്, ആ ഗുരുവിന് അത്രയും പോയിന്റ്. ശിഷ്യന്റെ യോഗ്യത. ശിഷ്യനാണ് ഗുരുവിന് മാർക്കിടാൻ തുടങ്ങിയത്. കാലം എങ്ങോട്ട് പോയി? നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കിപ്പിച്ചറിയാൻ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അല്ലാതെ ജീവിതം വെറുതെയെങ്കിലും പെരുവഴിയിലാവുന്നല്ലാതെ ഈ ഫീൽഡിൽ ഇട്ടോ. അങ്ങനെ സ്പിരിച്വൽ ഫീൽഡില് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ശ്രവണം. അല്ലാതെ ഒരു പരിപാടിയില്ല. നമുക്ക് ആദ്യം തോന്നും ഇതും മാർഗമല്ലേ അതും മാർഗമല്ലേ. ഒരു പ്രസിദ്ധമായിരിക്കുന്ന മിഷനിൽ നിന്ന് ഒരു സന്യാസിക്ക് ക്ലാസ് കയറണം എന്ന് പറഞ്ഞു, എന്റെ അദ്വൈത സിദ്ധിയിൽ കയറണം എന്ന് പറഞ്ഞു എന്റെ സ്റ്റുഡന്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം പ്രസിദ്ധമായിരിക്കുന്ന ആശ്രമമായതുകൊണ്ട് കേരളത്തിലല്ലോ കേട്ടോ പഠിക്കണ്ട. ഞാൻ പറഞ്ഞു, എടാ പ്രശ്നമുണ്ട് ഇതില്. അതായത് ഞാൻ മൊത്തം പിടിച്ച് കണ്ടനം ഞാനായിട്ട് കണ്ടനം നടത്തുന്നല്ല, ശാസ്ത്രത്തിലേ ഉണ്ട്. ശാസ്ത്രത്തിലുള്ള പല അഭിപ്രായവും അവരുടെ ഗുരുക്കന്മാര് പറഞ്ഞിരിക്കുന്ന പൂർവപക്ഷി, അതായത് ശാസ്ത്രത്തിൽ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ മാധുമതത്തിന്റെ ഒരു അഭിപ്രായം വെച്ചപ്പോൾ അതിനെ സിദ്ധാന്തി ഖണ്ഡിക്കുകയാണ്. അപ്പൊ മാധുമതത്തിൽ പറയാണ്, അതായത് ഉറുമ്പ് പഞ്ചസാരയെ തിന്നുന്നത് പോലെ മോക്ഷത്തെ മാറി നിന്ന് അനുഭവിക്കാം. അപ്പം സിദ്ധാന്തി പറയും ഇതുള്ളൂ കേട്ടോ, നമ്മുടെ ബൃഹദാരണ്യകത്തിന് വരുന്നുണ്ട് ഈ പ്രശ്നം. മോക്ഷകാലത്ത് അനുഭവിക്കാൻ ആരും ഇരിക്കത്തേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ജ്ഞാനം 3 വിധത്തിലേ വരത്തുള്ളൂ. ഈശ്വരന്റെ മായാവൃത്തിയായിരിക്കുന്ന ജ്ഞാനം. ജീവന് 2 വൃത്തി വരും, അവിദ്യാവൃത്തിയും വരും, അന്ധക്കരണ വൃത്തിയും വരും. മോക്ഷകാലത്ത് അന്ധക്കരണമില്ല, അവിദ്യയില്ല, മായ ഇരിക്കത്തില്ല. പിന്നെ എങ്ങനെ വൃത്തി ഉണ്ടാവും? പിന്നെ ആരറിയും? അതുകൊണ്ട് മോക്ഷകാലത്ത് അറിയുക എന്നുള്ള തന്നെത്താൻ അറിയാൻ പറ്റുമോ? അതും പറ്റത്തില്ല. ഇതാണ് വാസ്തവം. പക്ഷേ ആ ഗുരുവും പറഞ്ഞിരിക്കുന്നത് മാധവന്റെ സിദ്ധാന്തമാണ്. നിങ്ങൾക്ക് അദ്വൈത വേദാന്തത്തിന്റെ ബോധം ബ്രഹ്മാകാര വൃത്തി നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ മാധവന്റെ സിദ്ധാന്തം എങ്ങനെ തനിക്കാക്കി മാറ്റി? പിന്നെ ഇത് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ദ്വേഷ്യമാണ് സുഹൃത്തുക്കളെ, അതുകൊണ്ട് നിങ്ങൾ കയറണ്ടെന്ന് പറഞ്ഞു. എനിക്കിനി നേരമില്ല, നിങ്ങളുടെ വാശിപ്പുറം കൊണ്ടു നിൽക്കാൻ സമയമില്ല, ഒരു നേരമില്ല. പിന്നെയും പ്രശ്നമുണ്ട്, ഞങ്ങൾ എന്തോ വലിയ ആശ്രമക്കാരാന്നുള്ള അഭിമാനമുണ്ട്, ബാക്കി എല്ലാവരെയും പുച്ഛമാണ്. ഇന്ന് നമ്മൾ ഇങ്ങനെ 2 കൊടുത്താൽ പൂച്ചുവെടുത്ത് ഓടുക എന്നല്ലാതെ ഒരു രക്ഷയില്ല ഇവന്മാർക്ക്. എന്നിട്ട് കക്ഷി ഇന്ന് കയറി. ഞാൻ ആലോചിച്ചിട്ടില്ല, കാരണം എന്റെ സുഹൃത്ത് അങ്ങേരെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ തിരക്കിലായതുകൊണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ക്ലാസ്സിലൊക്കെ അവർ നടത്തുന്നതുകൊണ്ട് നമ്മുടെ പ്രൈവറ്റ് ക്ലാസ്സുകളിൽ ആദ്യം പെർമിഷൻ വാങ്ങിച്ചിട്ടേ കയറ്റുന്നുള്ളൂ. ഇവരുടെ പ്രശ്നം എന്താണ്? ഇവരൊരു പ്രശ്നക്കാരാവും എന്നുള്ളത് കൊണ്ടാണ് എന്തിനു ഉടക്കണം, നമ്മൾ മാറ്റിവെച്ചു. കക്ഷി കയറിയിട്ട് ഞാൻ പറഞ്ഞു, അതെ ഒന്നും വിചാരിക്കരുത്, ഈ ഒരു കാര്യം അവരെ അവതരിപ്പിച്ച് ഞാൻ, കാരണം നിങ്ങളുടെ സിദ്ധാന്തം പലതും ഞാൻ ഖണ്ഡിക്കും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ദുഃഖം. എനിക്കതൊന്നും പ്രശ്നമല്ല, എല്ലാം ഒന്ന് തന്നെയല്ലേ, ഇതാണ് എല്ലാം ഒന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ആര് വാദം കൊണ്ടുവരുന്നവോ പ്രശ്നക്കാരാണ്. എന്നിട്ട് കക്ഷി പറഞ്ഞു, നിങ്ങളുടെ മധുസൂദന സരസ്വതിയും പറഞ്ഞിട്ടില്ലേ കൃഷ്ണനേക്കാൾ പരമായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ അവിടെ പിടിച്ചു. ഞാൻ വെച്ചാൽ നിനക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? അത് അദ്വൈത സിദ്ധിയുടെ 2ാം അധ്യായം തുടങ്ങുന്നതിനുള്ള ശ്ലോകമാണ്. ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. കൃഷ്ണൻ എന്ന് പറഞ്ഞ പരമാത്മാവാണ്, അല്ലാതെ ഓടക്കൊള്ളിലും പിടിച്ചിരിക്കുന്ന ആളല്ലത്. അപ്പൊ പരമാത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് അവിദ്യ പോലും ഇല്ലെങ്കിൽ, ജഗത്ത് പോലും ഇല്ല, ദ്വിതീയ വസ്തു ഉണ്ടെങ്കിലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനാരെ അറിയാനാന്നാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ ദ്വൈതത്തിന് എവിടെയും ചാൻസ് ഉണ്ടോ? ഇല്ല. ഇവൻ ആ സാധനം പിന്നെ എന്നെ പഠിപ്പിക്കാൻ നിന്നാൽ പിന്നെ ഇവനെ ക്ലാസ്സിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് വെക്കൂല എന്നുള്ളത്. പിന്നെ ചെറിയൊരു ടൂൾ ഇട്ട് കൊടുത്താൽ മതി, ഇവർ കയറി കൊത്തുമോ എന്നുള്ളത് നോക്കിയാൽ മതി. കൊളുത്തുവൻ. ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ കക്ഷി ഇറക്കി, അതിലേക്ക് ബാക്കി ആൾക്കാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒഴിവാക്കി. ഞാനിപ്പോൾ നിന്നുകൊടുക്കത്തേ ഇല്ല. പഠിക്കുന്ന കുട്ടികളെടുത്ത് സംസാരിക്കുക എന്നല്ലാതെ വേറൊരു പരിപാടിയില്ല. കാരണം ലോകം ഓടുന്നത്, ഈ ഗുരുക്കന്മാർ ഉണ്ടാക്കി വെച്ച സിസ്റ്റത്തിൽ ഓടുന്നത് വളരെ വിചിത്രമായിരിക്കുന്ന ലോകമാണ്.
നിങ്ങൾക്ക് പ്രശസ്തമായിരിക്കുന്ന ബുക്ക് വായിച്ചാൽ ഈ സാധനം കാണാതില്ലേ? ഏത് ഉറുമ്പ് പഞ്ചസാര എന്നതുപോലെ ഉദാഹരണം പലരും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അദ്വൈത ബോധം ഉണ്ടെങ്കിൽ ഒരു കണക്കിന് ഈ സാധനം പറയത്തില്ല. അതുകൊണ്ട് ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നുള്ളത് ഇതാ പറയത്തില്ല. തല ആമലകെന്ന് പറയും. ഉള്ളം കയ്യിലുള്ള നെല്ലിക്ക പോലെ എടുത്ത് കാണിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ആത്മാ എന്ന് പറഞ്ഞില്ലേ, ആത്മ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണോ അല്ല ഈ ആത്മാ എന്ന് പറയുന്ന സാധനം മറ്റേ കംപ്ലീറ്റ് വേൾഡിലുള്ള ഒരേ സാധനമാണോ? ഈ ആത്മാവ് ഒന്നാണോ അല്ല ഇൻഡിവിജ്വൽ ആത്മാവാണോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഔപാധികമായിട്ട് നമ്മൾക്ക് ഭിന്നമെന്ന് തോന്നുകയാണത്. അതാണ് ഞാൻ അടുത്ത രണ്ട് കാര്യം ഞാൻ പറയുന്നത്. ഇവിടുത്തെ പല സാധനവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ വലിയൊരു സമയം എടുക്കും. ഞാനത് തൊട്ടിച്ച് പോകത്തുള്ളൂ. നിങ്ങളായിട്ടല്ല, ആർക്കും പറ്റത്തില്ല. അത്രയും വളരെ സട്ടിൽ നേച്ചറാണ് വേദാന്തത്തിന്റെ പല കാര്യം. നമ്മൾ വിചാരിക്കും നമുക്ക് മനസ്സിലായി. ഇല്ല, അതേ സാധനം തന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെയും പറഞ്ഞു തരും. ഒരേ സ്ഥലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല മാർഗത്തിലൂടെ പറയാണ്. ഒരൊറ്റ ആകാശത്തെ നമ്മൾക്ക് അനായകമായിട്ട് കാണാൻ പറ്റുന്നത് പോലെ ഒരൊറ്റ ആത്മാവിനെ തത്തത് ജീവരൂപത്തിൽ ഞാനെന്ന് അഭിമാനിക്കുക മാത്രമാണ്. പഞ്ചദശിയിൽ പറയുന്നുണ്ട് ഓരോരുത്തരും ഞാനെന്നല്ലാതെ, മലയാളത്തിൽ ഞാൻ, സംസ്കൃതത്തിൽ അഹം, ഇങ്ങനെ പോവാന്നല്ലാതെ അസ്തിത്വത്തിന്റെ ബോധത്തിന് ആർക്കും മാറ്റമില്ല. അതുകൊണ്ട് എല്ലായിടത്തും കൂടി ഒരൊറ്റ ഞാനേ ഉള്ളൂ. പക്ഷെ വൃത്തി വരുമ്പോൾ അന്ധക്കരണം വേണം. ആ അന്ധക്കരണ സംബന്ധി ആയിക്കൊണ്ട് തത്തദേശത്ത് അവൻ ഞാനെന്ന് അഭിമാനിക്കുന്നത് മാത്രം. അപ്പൊ അന്ധക്കരണം വേറെയാണോ ഇൻഡിവിജ്വൽ ആണോ? ഇൻഡിവിജ്വൽ അന്ധക്കരണം ഭിന്നമാണ്. ഇൻഡിവിജ്വൽ ആണ്. അന്ധക്കരണം അന്ധക്കരണമാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത്. അതെ. അപ്പൊ അന്ധക്കരണ ഈ നമ്മ പുനർജന്മം എന്ന് പറയുന്നത് അപ്പൊ ഈ അന്ധക്കരണമാണോ പിന്നെയും പുനർജന്മമായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ മാറി മാറി ഇവിടുന്ന്, അതായത് മരിക്കുമ്പോൾ പോകുന്നാരാ? ആത്മാവിന് പോകാൻ പറ്റുമോ? എങ്ങോട്ടും പോകാൻ പറ്റില്ല. പിന്നെ അന്ധക്കരണത്തിന് പോകാൻ പറ്റത്തുള്ളൂ. അന്ധക്കരണം ഈ ലോകത്ത് സ്വർഗലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എപ്രകാരം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാല് അവിടെ നമ്മൾക്ക് ഞാനെന്ന് പറയാം, ഇവിടെ നമ്മൾക്ക് ഞാനെന്ന് പറയാം. ഇവിടെ ശരീരം പോകേണ്ടതല്ല, അന്ധക്കരണത്തിന്റെ മൂവ്മെന്റ് ആണിത്. ഈ അന്ധക്കരണം സ്വർഗലോകത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും ശരീരം കിട്ടും. അവിടെ ഇരുന്നിട്ട് അവൻ ഭോഗം നടത്തും. അല്ല, അപ്പൊ അങ്ങനെയാണ് അന്ധക്കരണമാണ് ഈ യുഗം മറ്റേ ഈ ലോകം ഉണ്ടായെന്ന് മുതൽക്ക് ഈ അന്ധക്കരണം ഇങ്ങനെ റിട്ടേൺ ഈ ചാക്രികമായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മാറി വരുന്നതാണോ ഈ അന്ധക്കരണം? അത് ഒരു നമ്പർ, സപ്പോസ് എനിക്കൊരു നമ്പർ ഉണ്ട് വിചാരിക്കാം, പരിപാടിയുണ്ട്. ഏത് ലോകത്തെയാണ് നിങ്ങൾ പറയുന്നത്? അല്ല, നമ്മളിപ്പം ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ. എന്റെ ചോദ്യം എന്താണെന്നോ, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഒരു കാര്യം ഞാൻ വിട്ടിരുന്നു. ഉള്ള ലോകത്തിന്റെ ഉത്പത്തിയാണോ ഇല്ലാത്ത ലോകത്തിന്റെ ഉത്പത്തിയാണോ? ഇല്ലാത്ത ലോകത്തിൽ പറയല്ലേ നിങ്ങൾ കേട്ടിരുന്നാ മതി. ഇതൊക്കെ ഒരു പ്രശ്നം തോണ്ടി വെക്കുന്നതാണ്. അതായത് കയറിലെ സർപ്പം കാണുമ്പോൾ ഉണ്ടോ? കാണുമ്പോൾ ഉണ്ടെന്ന് തോന്നുകയാണ്. അത് സർപ്പം ഇല്ല എന്ന് മനസ്സിലാക്കുന്ന വേളയിൽ ആ സർപ്പം എങ്ങോട്ട് പോകും? നമ്മൾ പറയും കയറിലേക്ക് പോയി. കയറിന്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറിപ്പോയത്? അത് തിരിച്ചറിവ് വന്നു എന്നല്ലേ? അതിന്റെ അർത്ഥം തിരിച്ചറിവ് വന്നപ്പോൾ കയറിലെ സർപ്പം എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. തിരിച്ചറിവ് കയറായി, സർപ്പം ഇല്ലാതായി. സർപ്പം ഇല്ലാതായപ്പോൾ എങ്ങോട്ട് പോയി എന്നാണ് ചോദ്യം. അല്ല, അത് മനസ്സിന്റെ ചിന്ത മാത്രമായി. ചിന്ത മാത്രമായി. അപ്പൊ അതേപോലെയാണ് ജഗത്തെങ്കിൽ ജഗത്തങ്ങോട്ട് പോകും. പോകുന്ന പോട്ടെ, ഇനി എവിടുന്ന് വന്നു? ആ കയറിലെ സർപ്പം എവിടുന്ന് വന്നു? കയറിന്റെ അച്ഛനമ്മ ഉണ്ടാക്കിയതാണത്? അല്ല, ഒരു ചിന്ത മാത്രമല്ല, മനസ്സിൽ വന്ന ചിന്ത മാത്രമല്ല. നിങ്ങൾ അങ്ങനെ പോവാതെ, മലയാളിയുടെ ആ ഇതിലേക്ക് പോവാതെ ചോദ്യത്തിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എങ്കിലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഉത്തരം എനിക്ക് വേണ്ട. ഞാൻ തന്നെ ചോദ്യം വരും, നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഉത്തരം പ്രതീക്ഷിക്കുന്നേ ഇല്ല. ടീക്കേ? അതായത് ആഹാന്ന് പറഞ്ഞാൽ നിങ്ങൾ, അതായത് നിങ്ങളുടെ തത്വബോധമൊക്കെ എടുക്കുന്ന നേരം പറയും ജ്ഞാനിയുടെ ശരീരം ഇവിടെ തീരും. അതിപ്പോ ജ്ഞാനിയാണെങ്കിൽ അജ്ഞാനിയാണെങ്കിൽ സ്ഥൂല ശരീരം ഈ പൃഥ്വിയിൽ ഇട്ടു പോകും. എന്നിട്ടോ സൂക്ഷ്മ ശരീരത്തിന്റെ പ്രാണന്മാര് മഹാവായുവിലേക്കും മറ്റ് ഇന്ദ്രിയങ്ങൾ തത്തത് ഭൂതങ്ങളിലേക്കും ലയിക്കും. എന്തൊരു രസമുണ്ട്. ഇത് മിഡീവിയൽ ബുദ്ധികൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. എന്തുകൊണ്ടാ? ഇത് കയറിലെ സർപ്പം എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യത്തിന് സമാനമാണ് ഈ ജഗത്ത്. അതായത് ഒരു ശ്ലോകമുണ്ട്, നാസീദസ്തി ഭവിഷ്യതി. ഓക്കെ, അതായത് എന്താണ്? ബ്രഹ്മത്തിന്റെ അപരോക്ഷ ജ്ഞാനത്തോടുകൂടി നാസീദസ്തി ഭവിഷ്യതി, ഈ ലോകം ഒരിക്കലും നാസീദ് ഉണ്ടായിരുന്നില്ല, നാസ്തി ഇപ്പോൾ ഇല്ല, ഭവിഷ്യത്ത് ഒരിക്കലും ഇല്ലായിരുന്നു.
അപ്പൊ ഒരിക്കലും ഉണ്ടാവത്തുമില്ല എന്നർത്ഥം. അപ്പം ഒരു മുൻപിലുമില്ല, ഇപ്പോഴും ഇല്ല, ഇനി ഉണ്ടാവാൻ പോകത്തില്ല. ഇങ്ങനത്തെ ഒരു ജഗത്തിനെ എടുത്തിട്ട് സംസാരിക്കുന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, ഇല്ലാത്തൊരു അവിദ്യ വെച്ചിട്ട് ഇല്ലാത്ത ജഗത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനിയായ ശേഷം ടീക്കേ, ബ്രഹ്മാത്മ പ്രതിപത്തി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ ജഗത്തില്ല. ഒരിക്കലും പറയത്തില്ല അരേ എന്തൊരു കഷ്ടപ്പാടായിരുന്നു ഇന്നലെ വരെ, ഇപ്പൊ ജ്ഞാനി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം അങ്ങനത്തെ ഒരു ജഗത്ത് അങ്ങേർക്കില്ല. പിന്നെ നിങ്ങൾക്ക് എവിടുന്നാണ് ചോദ്യം വരുന്നത്? ഈ ജഗത്ത് പണ്ടുണ്ടായപ്പോൾ ഇല്ല, ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് തിരിച്ചറിവുള്ള ഗുരു അവന്റെ അറിവില്ലായ്മയെ മാനിച്ചും കൊണ്ട് ജഗത്തിന്റെ വർണ്ണനം തുടങ്ങുകയാണ്. രണ്ടുപേർക്കും ജ്ഞാനം പിന്നെ ആരോട് പറയാൻ, ഏത് ജഗത്തിനെ കണ്ടു നിൽക്കാൻ? ഓക്കെ, അതുകൊണ്ട് ഉള്ള ജഗത്തിൽ വെച്ചിട്ടല്ല സംസാരം. അതുകൊണ്ട് തന്നെ നമ്മളെ മുഖ്യ വേദാന്തത്തിൽ ഈശ്വരനുമില്ല. ചെല്ലുപുറത്തിൽ ഈശ്വരനില്ല, ഞങ്ങൾക്ക് സമ്മതമാണ് ഇഷ്ടം. ഈശ്വരനുമില്ല. എന്തുകൊണ്ടാ? ജഗത്തൊട്ടായിട്ട് വേണ്ട ഈശ്വരൻ ഉണ്ടാവാൻ. ഈ രീതിയിൽ ചിന്തിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ വേദാന്തം നിങ്ങൾക്ക് വിചാരത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് പല വ്യൂവിൽ അവതരിപ്പിക്കുന്നതാണേ. ഈ ബ്രഹ്മസത്യം ജഗന്നിത്യ എന്ന് പറഞ്ഞ് നടന്നാലേ സത്വബോധം ഉണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു നടന്നാൽ പ്രശ്നമാകത്തില്ലേ? അല്ല, മനസ്സിലായില്ല, ഒന്ന് ഒച്ചത്തിലും പറയണമെന്ന് ക്ലാരിഫൈ ചെയ്യണം. ബ്രഹ്മസത്യം ജഗന്നിത്യ എന്ന വാദം എനിക്കും പറ്റിയിട്ടുള്ള, അതുകൊണ്ടാ പറഞ്ഞത്. അടുത്ത ചോദ്യം എന്താ ഇവിടെ? അങ്ങനെ ചിന്തിച്ച് നടന്നാലേ ഒരു പ്രശ്നം ഉണ്ടാകും. അതായത് ഇതിന്റെ ചെറിയൊരു അവസ്ഥയിലൊന്നും ചിന്തനം സാഫല്യമാവില്ല. അതായത് നിങ്ങളുടെ അദ്വൈത സിദ്ധി തുടക്കത്തിലും മാണ്ഡൂക്യ മനുഷ്യത്തിന്റെ തുടക്കത്തിലും സമാന പങ്ക്തിയാണ്. എന്താണ് ജഗത് മിഥ്യാത്വ പൂർവകത്വാദ് അദ്വൈത സിദ്ധേഹി എന്ന് പറയും. ജഗത്തിന്റെ മിഥ്യാത്വ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ അദ്വൈത സിദ്ധി നടക്കത്തുള്ളൂ. അതായത് ജഗത്തിന്റെ മിഥ്യാത്വം പരിപൂർണമായിട്ട് സിദ്ധിക്കണമെങ്കിൽ അധിഷ്ഠാന ബ്രഹ്മബോധം വേണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത് ആദ്യം ആ മിഥ്യാത്വ ബോധം ഉണ്ടെങ്കിലേ ബ്രഹ്മബോധം ഉണ്ടാവുന്നത്? അത് ശാസ്ത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഒരു ബോധമുണ്ട്. അതെന്തിനാ? ഇല്ലെങ്കിൽ ജഗത്ത് വാസ്തവമാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ മനസ്സ് ജഗത്തിലേക്ക് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജഗത്തില്ല എന്നുള്ള നിശ്ചയം വേണം. അവന് പിന്നെന്തേ ഉള്ളൂ? ബ്രഹ്മമേ ഉള്ളൂ. അതാരാ? താനാടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ ഏകാകാരമായിരിക്കുന്ന ബ്രഹ്മാകാര വൃത്തിയിലാണ് നിൽക്കുന്നത്. ഈ ബ്രഹ്മാകാര വൃത്തിയിലേക്ക് വരുത്താൻ വേണ്ടിയാണ് ജഗത്തിനെ നെഗേറ്റ് ചെയ്യുന്നത്. അതായത് രണ്ട് വിധത്തിൽ വാക്യങ്ങൾ വരും. നാളെ ഈ ചോദ്യം ഉന്നയിച്ചോ, ഇതിനെ ഡീറ്റെയിൽ ചെയ്ത് പോവാം. ഓക്കെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശാന്തി ശാന്തി ശാന്തി.